സംസ്ഥാനങ്ങളുടെ ശക്തമായ ഇടപെടലും ഗവൺമെൻറ്റിൻ്റെ തീരുമാനവും ജനഹിതവും എല്ലാം പരിഗണിച്ചുകൊണ്ട് മദ്യം ഘട്ടം ഘട്ടമായി കുറക്കാൻ തീരുമാനിക്കുകയും ബാറുകൾ ഒരു നിശ്ചിത ദിവസം അടച്ചുപൂട്ടണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും കോടതി ഇടപെടുകയും ആ വിഷയം അനന്തമായി നീണ്ടുപോവുകയും ചെയ്യുന്ന പോലെ ഈ മദ്യനിരോധ പ്രവർത്തനങ്ങളും അങ്ങനെ ഒരു വ്യക്തതയില്ലാത്ത രൂപത്തിൽ എത്തി നിൽക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ ശക്തമായ നിലപാടെടുക്കാനും കോടതികൾ എന്ന് ബോധ്യപ്പെടുത്താനും വിദേശങ്ങളിൽ വെച്ചാണെങ്കിലും പ്രവാസി സംഘങ്ങളും പ്രസ്ഥാനങ്ങളും പ്രവാസി സംഘടനാ നേതാക്കളുമൊക്കെ ഇതിൽ സർക്കാരിൻ്റെ തീരുമാനം മദ്യം ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള തീരുമാനം അതാണ് വേണ്ടത് എന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും മുറവിളി കൂട്ടുകയും പ്രമേയങ്ങൾ പാസ്സാക്കുകയും ഇതുപോലെ മീറ്റിങ്ങുകൾ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അവിഷയകമായി സുഹൃത്ത് ബഷീർ പട്ടേൽ താഴം ഇവിടെ ഇഷാക്ക് ശേഷം ഉള്ള സമയത്ത് സംസാരിക്കും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇതിലെ രണ്ടാമത്തെ വിഷയമാണ്. വിവാഹധൂർത്ത് എന്നത് വളരെ പ്രയാസമുള്ളതും സമൂഹം ആകെ വിഷമത്തിൽ അകപ്പെട്ടതും ആർക്കും അതിൽ പ്രത്യേകിച്ച് ഞാനതിലില്ല എന്ന് പറയാൻ കഴിയാത്തതുമായ ഒരു വിഷയമാണ് ധൂർത്ത്. എല്ലാ രംഗങ്ങളിലും ധൂർത്ത് ഉണ്ടായി. ആഡംബരവും പൊങ്ങച്ചവും കിബറും ഒക്കെ വർദ്ധിച്ചു വന്ന കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ വിവാഹത്തോടനുബന്ധിച്ച് വളരെ കൂടുതൽ ധൂർത്തും അനാവശ്യമായ കാര്യങ്ങളും വന്നു ചേർന്നു. വിഷയാധിഷ്ഠിതമായി സംസാരിച്ചാൽ ചെലവഴിക്കുമ്പോൾ അവർ ദുർവ്യയം ചെയ്യുകയോ പിശുക്ക് കാണിക്കുകയോ ഇല്ല. അതിനിടയിലുള്ള ഒരു മധ്യാവസ്ഥയിലായിരിക്കും അവർ ഉണ്ടാവുക എന്ന് ഖുർആൻ പറയുന്നു. ഇതൊക്കെ പരത്തി പറയേണ്ടതോ ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ തെളിവുകൾ ഉദ്ധരിച്ച് സമുദായത്തെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ടതോ ആയ ആവശ്യമില്ല. കാരണം ദുർവ്യയം ഹറാമാണെന്നും ആർഭാടം തിന്മയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതെല്ലാം അറിയാമെങ്കിലും നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ട് സാമൂഹിക ജീവിയാണ് മനുഷ്യർ എന്നുള്ളത് കൊണ്ട് തന്നെ സാമൂഹ്യമായ ചടങ്ങുകളിൽ ഒരാൾ മാത്രം ഒറ്റപ്പെട്ടു പോയാൽ പ്രയാസമാകില്ലേ എന്ന നിലയിൽ നമ്മളൊക്കെ ഈ വിവാഹരംഗം വരുമ്പോഴേ ആർഭാടത്തിലേക്കും അനാവശ്യത്തിലേക്കും പോയിരിക്കുകയാണ്. വളരെ നേരത്തെ ചെറിയ ചെറിയ ചില സംഘങ്ങൾ അതിനെതിരെ ബോധവൽക്കരണം ആരംഭിച്ചിരുന്നു. 25-30 വർഷങ്ങൾക്ക് മുമ്പ് ബിസ്മി എന്നൊരു സംഘടന, അതായത് കേരളത്തിലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ രൂപീകൃതമായ ബിസ്മി അത് അതിശക്തമായി സ്ത്രീധനത്തിനെതിരെയും ആർഭാടത്തിനെതിരെയും വിവാഹത്തിലെ ധൂർത്തിനെതിരെയും ബോധവൽക്കരണം നടത്തി വരികയും ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഒരു മാറ്റം സമുദായത്തിൽ പ്രകടമാകാൻ മാത്രം ഈ ചെറിയ സംഘം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫലം ശക്തമായി വന്നില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഈ രംഗത്ത് ബോധവൽക്കരണം നടത്തി. MSS 20 വർഷമായി പരിപാടികളും ബോധവൽക്കരണവും നടത്തി വന്നതാണ്. ഇന്നിപ്പോഴുള്ള ഒരു സാഹചര്യം, കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗ് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു പ്രമേയമായി വിവാഹം ലളിതമാക്കണമെന്നും വിവാഹത്തിലെ ധൂർത്ത് അവസാനിപ്പിക്കണമെന്നും അതിശക്തമായ ഒരു നിലപാടെടുത്തു.
അത് കുറേ രാഷ്ട്രീയ പ്രമേയങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ വായിച്ചു പോയൊരു പ്രമേയമല്ല. അല്ല എന്നതിൻ്റെ തെളിവ് അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രസ്താവനയിൽ വിവാഹ ഇല്ലാത്ത മാതൃകാ വിവാഹത്തിന് സമുദായ നേതാക്കൾ മുന്നോട്ട് വരണം എന്ന് ആവശ്യപ്പെട്ടു. അതോടെ ആർഭാട വിവാഹങ്ങൾ ബഹിഷ്കരിക്കേണ്ടി വരും എന്ന് പ്രസ്താവന ഇറക്കി. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, സെയ്ദ് മുഹമ്മദ് ഇസ്ലാമി തുടങ്ങിയ ആളുകൾ, നേതാക്കന്മാർ അതിശക്തമായ നിലയിൽ ലേഖനങ്ങളും എഴുതി. കേരളത്തിൽ മുസ്ലിങ്ങൾ നേതൃത്വം നൽകുന്ന എല്ലാ പത്രങ്ങളും ദിവസങ്ങളോളം വിവാഹരംഗത്തുണ്ടായ തോന്നിവാസങ്ങളെക്കുറിച്ച് ശക്തമായ ലേഖനങ്ങളും ഫീച്ചറുകളും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇപ്പോഴൊരു നല്ല സാഹചര്യമാണ് ഈ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഈ തിന്മകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനുള്ള ഒരു സാഹചര്യം. അതിൽ ഒരു സങ്കടകരമായ ഒരു കാര്യം, വിവാഹരംഗത്തുണ്ടായ ആഭാസങ്ങൾ മുഴുവനും മുസ്ലിങ്ങൾ ആരംഭിച്ചതും പിന്നെ ചില സമുദായങ്ങളിലേക്ക് എത്തിപ്പെട്ടതുമാണ്. ഖുർആനിൽ കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക, അതാണ് നിങ്ങളുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജനങ്ങൾക്കുള്ള സാക്ഷികൾ മാതൃകയാവാനും അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് മാതൃകയാവാനും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ ധാരാളമായി വന്നിട്ടുമുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും മുസ്ലിം സമുദായത്തിലുണ്ടായ ഈ രംഗത്തുണ്ടായ പാളിച്ചകളും അനാവശ്യമായ സമ്പ്രദായങ്ങളും ശീലങ്ങളുമൊക്കെ നമ്മെ നശിപ്പിക്കുന്ന ഇതര സമുദായങ്ങളിലേക്ക് കൂടി ഈ തിന്മകൾ പകരുകയും ചെയ്തു. ഇനി എന്തുണ്ട് വഴി എന്നതാണ്. എന്തുണ്ട് വഴി എന്നതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം. ഇപ്പോൾ തന്നെ ഈ ചർച്ചകൾ വന്നപ്പോൾ ചില ആളുകൾ എഴുതി പ്രചരിപ്പിച്ചത്, ഇത് പറയുന്ന ആളുകൾ ആർഭാടം നടത്തിയവരല്ലേ, ഇത് പറയുന്ന സംഘടനയിലെ ഇന്ന ആളുകൾ ത്തിന്റെ ജീവിതം അല്ലെങ്കിൽ വിവാഹത്തിൽ ഉണ്ടാക്കിയില്ലേ എന്നാണ്. അതാണ് നമ്മളുടെ പണിയെങ്കിൽ നമുക്കൊരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു പരിവർത്തനവും കഴിയില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മളിൽ ധൂർത്തുണ്ടായി, മോശമായ സംഗതികളുണ്ടായി, സ്ത്രീധനമുണ്ടായി, പലതുമുണ്ടായി. അതുണ്ടായിരുന്നു എന്നതുകൊണ്ട് ഇനി നമുക്കാർക്കും ഒന്നും പറയാൻ പാടില്ല എന്നാണോ? അങ്ങനെയല്ല. സമുദായം തിരിച്ചറിഞ്ഞിരിക്കുന്നു. എല്ലാ മുഖ്യധാര മതസംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ധൂർത്തും ആർഭാടവും ആഭാസവും തിന്മയാണ് എന്ന്. അപ്പൊ ഇനി എന്ത് ചെയ്യാം എന്നതിന് 20 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് അന്ന് രൂപീകൃതമായ മുസ്ലിം സംഘടനാ ഏകോപന സമിതി, അങ്ങനെ ഒരു കൊച്ചു സംഘടന ഉണ്ടായിരുന്നു. അതിൽ കോഴിക്കോട്ടും പരിസരത്തുമുള്ള വലുതും ചെറുതുമായ 20ഓളം സംഘടനകൾ അതിൽ അംഗങ്ങളായിരുന്നു. ആ സംഘടനകൾ അംഗങ്ങളായത് സ്ത്രീധനത്തിനെതിരെയും ആഭരണ ഭ്രമത്തിനെതിരെയും ആർഭാടത്തിനെതിരെയുമുള്ള ചർച്ചകൾ നടന്നു. എല്ലാ വിഭാഗം മതസംഘടനകളെയും ഉയർന്ന പണ്ഡിതന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചകൾ. ഓരോ ചർച്ച കഴിയും തോറും ഓരോ പുതിയ വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുകയും എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്തപ്പോഴാണ് അവസാനം അതൊരു മുസ്ലിം സംഘടന ഏകോപന സമിതി ആവുകയും ആ സമിതി അതിൽ കോഴിക്കോട്ടെ പ്രധാനമായും ഇപ്പം മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, സുന്നി, തബ്ലീഗ് ജമാഅത്ത്, പിന്നെ അവിടെ MSS, മറ്റ് സംഘടനകൾ, അതിൽപ്പെട്ട ആളുകൾ, പണ്ഡിതന്മാർ, ഖാദിമാർ, ഇവരൊക്കെ പങ്കെടുത്ത് ധാരാളം ചർച്ചകൾ നടന്ന് ഒരു തീരുമാനമുണ്ടാക്കി. വിവാഹം എങ്ങനെ ലളിതമാക്കാം എന്നിട്ട് ഒരു കരട് രേഖയുണ്ടാക്കി എല്ലാ സംഘടനകൾക്കും അയച്ചു കൊടുത്തു. ഇത് നിങ്ങളുടെ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ യോഗത്തിൽ അംഗീകരിച്ച് ആവശ്യമായ ഭേദഗതികളോടുകൂടി തിരിച്ചയച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സംഘടനയും അത് സ്വയം ചർച്ച ചെയ്തു. KNM-ന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അത് ചർച്ച ചെയ്തു. എന്നിട്ട് ഇന്ന കാര്യം ഇങ്ങനെ വേണം, ഇന്ന പോരായ്മ, ഇന്നത് കൂട്ടിച്ചേർക്കണം, അങ്ങനെ ചർച്ച ചെയ്ത് ഭേദഗതി ചെയ്ത് ഇത് തിരിച്ചയച്ചു കൊടുക്കുകയും പിന്നെ ആ സംഘടന ഏകോപന സമിതി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതിലുള്ള ഒരു 4-5 നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ട് പരിഹാരം എന്നതിന് അതിലുള്ള നിർദ്ദേശമാണ്. ഇപ്പൊ നമ്മളൊക്കെ വിവാഹം ചെയ്യുന്നവരാണ്, ചെയ്യിപ്പിക്കുന്നവരാണ്, മക്കൾ കല്യാണം കഴിക്കാനുള്ളവരാണ്, അവർ ചെറുപ്പക്കാരികൾ വിവാഹം ചെയ്യാൻ പോകുന്നവരാണ്. അപ്പൊ എങ്ങനെ ലളിതമാക്കാം എന്നതാണ് ചർച്ച. അതിൽ ഒന്നാമത്തെ നിർദ്ദേശം, വിവാഹ ചടങ്ങുകൾ ഒരു ചടങ്ങ് കൊണ്ട് അവസാനിപ്പിക്കുക. ഇതാണ് വിവാഹ ചടങ്ങുകൾ ഒരു ചടങ്ങിൽ അവസാനിപ്പിക്കുക.
ഇപ്പൊ നാട്ടിലുണ്ടാകുന്നത് ചിലപ്പോഴേ കൂടിപ്പറയുക എന്ന് പറഞ്ഞിട്ട് ഒരു 500 ആളൊക്കെയാണ് വിളിക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് നിശ്ചയം നിശ്ചയിക്കും. ആ നിശ്ചയത്തിൽ ചിലപ്പോൾ 1000-2000 ആളൊക്കെ പങ്കെടുക്കുകയാണ് നിശ്ചയത്തിൽ. പിന്നെ ഒരു ദിവസം നിക്കാഹാണ് എന്ന് പറയാം, പിന്നെ ഒരു ദിവസം കല്യാണം 6 മാസം കഴിഞ്ഞിട്ട് നടത്തുകയാണ്, പിന്നെ ഒരു ദിവസം ദുഃഖം എന്ന് പറയും, പിന്നെ പെണ്ണിനെ കൊണ്ടുപോകാന്ന് പറയും, പിന്നെ സൽക്കാരം എന്ന് പറയും. ഇങ്ങനെ അനുബന്ധമായിക്കൊണ്ട് 5-8 ചടങ്ങുകൾ ഒരു വിവാഹത്തിന് ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കൂടിയ ആളുകൾ തന്നെയാണ് വീണ്ടും കൂടുന്നത്, ഈ പറഞ്ഞ ആളോട് തന്നെയാണ് വീണ്ടും പറയുന്നത്, ഒരേ ആളുകൾ തന്നെയാണ് ഇതിന് പണിയെടുക്കേണ്ടത്. ഒരുപാട് അധ്വാനമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഒരു ചടങ്ങിൽ അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്കത് ആലോചിച്ച് നോക്കാം. നമ്മളെ മകളുടെ വിവാഹം വരുമ്പോൾ നമുക്കൊരു ചടങ്ങ് മതി. എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരോടും പറയാം, എല്ലാവരോടും വരാൻ പറയാം, ഒരു ചടങ്ങ്. അത് തന്നെ നിക്കാഹ്, അത് തന്നെ കല്യാണം, അത് തന്നെ പുതുക്കം, അത് തന്നെ കൂട്ടിക്കൊണ്ടുപോകൽ, അത് തന്നെ സൽക്കാരം എന്നാൽ. അങ്ങനെ വന്നാൽ ചെലവുകൾ ഒരുപാട് കുറയും, അനാവശ്യമായ കുറെ പ്രവർത്തനം നിൽക്കുകയും ചെയ്യും. അപ്പൊ നമ്പർ 1, ഒരു ചടങ്ങിൽ അവസാനിപ്പിക്കുക വിവാഹ സംബന്ധമായ എല്ലാ കാര്യങ്ങളും. രണ്ടാമത്തേത് വിവാഹ വസ്ത്രം. ഇന്ന് ധൂർത്തിലേക്ക് എത്തുന്ന ഒരു വലിയ സംഗതിയാണ് വിവാഹ വസ്ത്രം. അതിൽ അന്ന് കണ്ട ഒരു നിർദ്ദേശം എന്താണെന്നറിയാം? ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ധരിക്കാത്ത ഒരു വസ്ത്രമാണ് ഇപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ വിവാഹ വസ്ത്രമായി വരുന്നത്. ഒരു സന്തോഷമാണ്, നല്ല വസ്ത്രം വേണം, ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ പിന്നെയും എന്നെങ്കിലും ഒന്ന് ധരിക്കാൻ കഴിയണ്ടേ? അതില്ല. പിന്നീട് ഒരിക്കലും ധരിക്കാത്ത, നമ്മുടെ നാട്ടിൽ പുറത്തിട്ട് നടന്നുകൂടാത്ത, നമ്മുടെ നാട്ടിലെ ഫാഷൻ അല്ലാത്ത എന്തൊരു സാധനം വിവാഹത്തിൽ കൊണ്ടുവരുന്നു. ഇത് നേരത്തെ ഇപ്പോൾ വരൻ അല്ലെ വധു ഈ 2 ആളുകൾക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ ഞാൻ കണ്ടു, കഴിഞ്ഞ മാസം ഒരു വിവാഹത്തിന് പോയപ്പോൾ വിവാഹം ചെയ്യുന്ന ചെറുക്കന്റെ എല്ലാ ജ്യേഷ്ഠന്മാരും എല്ലാ അനുജന്മാരും ഈ കുപ്പയിടണം. വിവാഹം ചെയ്യുന്ന പെണ്ണിന്റെ എല്ലാ ജ്യേഷ്ഠത്തിമാരും അനിയത്തിമാരും ആ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികളും എല്ലാവരും അങ്ങനെ ഒരു വസ്ത്രം. ഈ വസ്ത്രം ഈ 5-10 ആളുകൾ പിന്നെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നില്ല. 10,000-ഓ 20,000-ഓ 50,000-ഓ ഒക്കെ രൂപയാണ് ഒരു സെറ്റിന് ചെലവാക്കുന്നത്. അപ്പം വിവാഹത്തിന് നല്ലതിൽ നല്ല വസ്ത്രമായിക്കോട്ടെ, എന്നാൽ അത് ഉപകാരപ്പെടുമല്ലോ. അതിന്റെ യൂട്ടിലിറ്റി ആണല്ലോ പ്രധാനം. അതാണ് രണ്ടാമത്തെ നിർദ്ദേശം. മൂന്നാമത്തെ നിർദ്ദേശം ആഭരണവുമായി ബന്ധപ്പെട്ടാണ്. ഒരു വലിയ പ്രശ്നമാണ് ആഭരണം. സ്ത്രീകൾക്ക് അവർക്ക് ധരിക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും ഒക്കെ അള്ളാഹു ഹലാലാക്കിയതാണ്. പക്ഷെ ആഭരണം ഒരു സൗന്ദര്യവർദ്ധക വസ്തു എന്ന നിലക്കാണോ, അതല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലക്കാണോ നമ്മൾ ഇന്ന് കാണുന്നത് എന്നുള്ളതാണ്. ഒരു സൗന്ദര്യവർദ്ധന വസ്തു, അതാണ് ഇസ്ലാമിൽ ധരിക്കുന്ന ആഭരണം. അതിനൊക്കെ പല നിയമങ്ങളും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സൗന്ദര്യം ആർക്കുള്ളതാണോ അവരല്ലേ പൈസ ചെലവാക്കേണ്ടത്. അതിന്റെ ലോജിക്ക് അതല്ലേ. ഇപ്പൊ എന്റെ ഭാര്യക്ക് ആഭരണം ഇട്ടിട്ട് നല്ല സൗന്ദര്യം ഉണ്ടാവണം, എനിക്കത് കാണാനാണ് എങ്കിൽ ഞാനല്ലേ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത്? ആണല്ലോ. അപ്പൊ അന്നത്തെ വസ്ത്രം എന്റെ വക, അന്ന് മാറ്റാനുള്ള എന്റെ വക, പിന്നെ വന്നാലുള്ള താമസിക്കാനുള്ളതെല്ലാം എന്റെ വക, എല്ലാം. പക്ഷെ ഏറ്റവും വില കൂടിയ ആഭരണം അത് ഓളെ വാപ്പ എന്നെ വാങ്ങിക്കൊടുക്കണം എന്ന് പറയാം നമ്മള്. എന്നാ പിന്നെ ഈ വസ്ത്രവും കാര്യമൊക്കെ അതും അയാൾക്ക് ആയിക്കൂടെ? അല്ലെ? ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചിലവൊക്കെ ആഭരണം വാങ്ങണം. ഒരു 5,000-10,000 ഉറുപ്പ്യ ചിലവാക്കിയ ഒരു വസ്ത്രം, എന്നിട്ട് അന്ന് അത് കൊണ്ടുപോയാലും മാറ്റിക്കലും പിടിക്കലും ഒക്കെ ഈ പണി ഉണ്ടാവില്ലല്ലോ. അതും കൂടെ വാപ്പായിക്കോട്ടെ എന്ന് വെച്ചൂടെ? അപ്പൊ ഇവിടെയുള്ള പോയിന്റ് എന്താന്ന് വെച്ചാൽ, അനാവശ്യമായ ഒരു ഭാരം പെൺകുട്ടിയുടെ പിതാവിനെ അടിച്ചേൽപ്പിക്കുന്നതാണ്. ആ പെണ്ണിന് ആവശ്യമുള്ള ആഭരണം ആ പിതാവാണ് കൊടുക്കേണ്ടത് എന്ന വ്യവസ്ഥ. നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത നാട്ടിൽ ലക്ഷദ്വീപിൽ പോലും ഭർത്താവാണ് ഭാര്യയ്ക്ക് ആഭരണം ഉണ്ടാക്കുക. അപ്പൊ സ്വന്തം പൈസ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതിന് നിയന്ത്രണമൊക്കെ വരും. എന്തായാലും അത് അവിടെ മാത്രമല്ല, മുസ്ലിം ലോകത്ത് മുഴുവനും അങ്ങനെയാ. ഖുർആനിന്റെ രൂപവും നമ്മൾ നോക്കിയാൽ അങ്ങനെയാ. ഇപ്പൊ മനിസ്തതാ മിൻകുമുൽ ബാഅത്ത ഫൽയതസവ്വജ് എന്ന് പറഞ്ഞിടത്ത് ഹദീസിൽ, യുവാക്കളെ യാ മഅ്ശറ ശബാബ്, നിങ്ങളിൽ വിവാഹത്തിന് സാധ്യതയുള്ള ആളുകളൊക്കെ വിവാഹം ചെയ്യണം എന്നാണ്. ബാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഒരു ആൾ വിവാഹം ചെയ്യുമ്പോൾ ആ വിവാഹത്തിന് ആവശ്യമായ മഹർ, പെണ്ണിനെ സംരക്ഷിക്കാൻ ആവശ്യമായ സംഗതികൾ, അവളുടെ വസ്ത്രം, ഭക്ഷണം, പാർപ്പിട, ഇതൊക്കെ ഒത്ത ഒരാൾ വിവാഹം ചെയ്യണം എന്ന ഹദീസിലുള്ള ആ ബാഅത്താണ്. എവിടെയും പെൺകുട്ടി ഒരു വിവാഹത്തോടനുബന്ധമായ ചെലവുകൾ ഒരു ഭാര്യ അല്ലെ പെൺകുട്ടിയോ അവളുടെ കുടുംബമോ വഹിക്കണം എന്ന് ഇസ്ലാമിലില്ല. വലീമത്ത് പോലും നമ്മൾ നോക്കിയാൽ അറിയാം. നമ്മളിപ്പോ മോളെ കല്യാണം, സന്തോഷം, ആൾക്കാർക്ക് സദ്യ കൊടുക്കുന്നു, അത് വലീമത്തല്ലല്ലോ. വലീമത്ത് വിവാഹം ചെയ്ത പുരുഷൻ അയാളുടെ സുഹൃത്തുക്കൾക്ക് നൽകുന്ന സദ്യയാണ് ആ വലീമത്ത് സുന്നത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നാട്ടിലെ മര്യാദ അനുസരിച്ച് ഇങ്ങനെ പോകുന്നു. നാട്ടുമര്യാദകൾ സമൂഹത്തിനൊരു ഭാരമാവാത്തതോ ഇസ്ലാമിൽ ഹറാമല്ലാത്തതോ ആയ നാട്ടുമര്യാദകൾ നമുക്കാവാം, വിരോധമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ജില്ലയിൽ ചില മര്യാദകളൊക്കെ ഉണ്ടാവും.
അത് ഇസ്ലാമിൽ വിരോധിക്കപ്പെടാത്തതാവണം, ജനങ്ങൾക്ക് ഭാരമില്ലാത്തതാവണം. ആ രണ്ട് നിബന്ധനകൾ വളരെ പ്രധാനമാണ്. അപ്പൊ ഇതാവട്ടെ എന്ത് സംഭവിച്ചു എന്നറിയോ? ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അന്ന് മുതൽക്ക് ഇപ്പൊ നോക്കൂ, ചില ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം, ചില ഇൻഷുറൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. ഒരു പെൺകുട്ടി ജനിച്ചാൽ അന്ന് മുതൽക്ക് ചില പോളിസി വരുന്നുണ്ട്. ആ കുട്ടിക്ക് 20 വയസ്സാകുമ്പോൾ ഇത്ര രൂപയായി തിരിച്ചു കിട്ടും, ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ പെൺകുട്ടി ജനിക്കുന്നതോടുകൂടി ആളുകൾ ബേജാറാവുന്ന സംഗതികൾ ഒന്ന് പെൺകുട്ടിക്ക് ഉണ്ടാക്കേണ്ട ആഭരണവും അവളെ കെട്ടിച്ചയക്കാൻ സ്ത്രീധനവും അതോടനുബന്ധിച്ച സംഗതികളുമാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജന്മാവകാശമാണ്. വായു, വെള്ളം, വെളിച്ചം, ഭക്ഷണം, ആരോഗ്യം എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ അതിനേക്കാളും വലിയതാണ് വിവാഹം, അല്ലെ? എല്ലാവർക്കും വിവാഹം. ഇപ്പോൾ നമ്മുടെ ഓരോ സർക്കാർ മാറി വരുമ്പോൾ ഇലക്ഷന് മുമ്പ് പറയല്ലോ, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം. അതിനേക്കാൾ വലിയ സംഗതിയാണ് എല്ലാവർക്കും വിവാഹം എന്ന് പറയുന്നത്, വേണ്ടേ? വിവാഹപ്രായം എത്തിയ ആളുകളൊക്കെ വിവാഹിതരാവണം. അപ്പൊ അതിനെവിടെയാ തടസ്സം വരുന്നത്? ആ തടസ്സം നമ്മൾ നീക്കണം. അത് ഇപ്പോൾ വിവാഹത്തിന് കഴിവില്ലാത്തവരെ നമ്മൾ സഹായ പദ്ധതികളുണ്ട്, പക്ഷെ സഹായ പദ്ധതികൾ കൊണ്ട് പരിഹാരമാവില്ലല്ലോ. അത് പിന്നെയും കൂടുതലേ ചെയ്യുക. നമ്മളെല്ലാം കൂടി പണം പിരിച്ചിട്ട് ഒരാൾക്ക് ആഭരണം ഉണ്ടാക്കാൻ, വേറൊരാൾക്ക് സ്ത്രീധനം കൊടുക്കാൻ, ഇങ്ങനെ പണം ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ കൂടും. അത് കൂടുക എന്നല്ലാതെ അത് കുറയുന്നില്ല. കുറയാനുള്ള മാർഗം നമ്മൾ ഇസ്ലാമിക രീതിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആഭരണം. മറ്റൊന്ന്, പൊതുവെ ആഭരണത്തിലാണ് മഹത്വം എന്നത് നമ്മൾ ഉപേക്ഷിക്കുകയും വേണം. പുരുഷന്മാർ അത് കാണണം. എന്നാൽ ആഭരണമുള്ള പെണ്ണ് അവളാ ഏറ്റവും വലിയ ആള്. ഇപ്പൊ ചില ഉമ്മമാർ തന്നെ അങ്ങനെയൊക്കെയുള്ള ചില സംസാരമൊക്കെ സംസാരിച്ച പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പെൺകുട്ടി വീട്ടിൽ വന്നപ്പം നല്ല ആഭരണമുണ്ട്, കുറെ അധികം പവൻ. രണ്ടാമത്തെ കുട്ടി വന്നപ്പോൾ അത്ര ആഭരണം ഇല്ല. എന്നിട്ട് ആ കുട്ടിയോട്, അല്ലെ, ഇങ്ങനെയാണ് കുട്ടികൾ വരേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഉമ്മ ബുദ്ധിമുട്ടിച്ചാൽ ആ ജീവിതം മുഴുവൻ പ്രയാസമല്ലേ? അപ്പൊ ഉമ്മയും മനസ്സിലാക്കണം, എന്റെ മകൻ കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണ്, അവളുടെ ദീന്, അവളുടെ സ്വഭാവം, അവളുടെ പെരുമാറ്റം, അവൾ നൽകുന്ന സ്നേഹം, അതാണ് വലുത് എന്ന് കാണണം, മനസ്സിലാക്കണം. സത്യത്തിൽ കൂടുന്നതിനനുസരിച്ച് ഇതൊക്കെ കുറയാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഉമ്മക്ക് വയസ്സുകാലത്ത് ഉമ്മയോടൊരു സ്നേഹത്തിൽ പെരുമാറാനും ഉമ്മയെ സഹായിക്കാനും ഒക്കെ ഉമ്മ വെറുതെ വിചാരിക്കുക കൂടുതൽ ആഭരണമുള്ള കുട്ടിയായിരിക്കും കൂടുതൽ നല്ലതെന്ന്. ചിലപ്പോഴെങ്കിലും നേരെ തിരിച്ചായിരിക്കും അനുഭവം ഉണ്ടാവുക. അപ്പൊ സ്ത്രീകൾ തന്നെ അതിനെതിൽ ബോധവൽക്കരണം വേണം. വിവാഹം ചെയ്യുന്ന പെൺകുട്ടികൾക്കും, ഇപ്പൊ വിദ്യാഭ്യാസമുള്ള രാജ്യങ്ങൾ നോക്കൂ നിങ്ങൾ, വിദ്യാഭ്യാസവും ശാസ്ത്രബോധമുള്ള രാജ്യങ്ങൾ, അവരാരും ഇത്രയധികം പണം ആഭരണമാക്കി വെക്കുന്നില്ലല്ലോ. ഇപ്പൊ ജപ്പാനിലോ കൊറിയയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ ഒന്നും തന്നെ ആഭരണം എന്ന നിലയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അവർക്ക്. അവർ വലിയ വ്യവസായികളുണ്ട് സ്ത്രീകൾ. അങ്ങനെ വ്യവസായികളാവാൻ നമ്മുടെ സ്ത്രീകൾക്കും സാധിക്കും. ഞാനൊരിക്കൽ കോഴിക്കോട്ട് പാളയം പള്ളിയിൽ ഹുത്ബ പറയുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ആഴ്ചയിൽ ഞാനൊരു കണക്കെടുത്തു. എൻ്റെ പള്ളിയിൽ 3000 ആളുകൾ ചുരുങ്ങിയത് ജുമാക്ക് വരുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു വീട്ടിൽ ചുരുങ്ങിയത് 10 പവൻ ആഭരണം ഉണ്ടല്ലോ. ഉറപ്പാ, 10 അല്ല, 20, 30, 40 ഉള്ള വീടുകളുടെ ആവറേജിന്റെ താഴെ ഒരു 10 പവൻ ആഭരണം ഉണ്ടെങ്കിൽ 3000 × 10 30,000 പവൻ ആഭരണമുണ്ട്. ഒരു പവന് എത്ര, 25,000 30,000 എത്ര കൂട്ടി നിങ്ങൾ നോക്കിയാൽ. ആയിടെ ആയിരുന്നു ഗോളിയോർ മാവൂർ ഗോളിയോർ ആൻസുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും പത്രങ്ങളിൽ വന്നത്. അന്നത്തെ വില അനുസരിച്ച് ആ ഗോളിയോർ ആൻസ് വിലക്കെടുക്കാനുള്ള പണം പാളയം പള്ളിയിൽ ജുമാക്ക് വരുന്ന പെണ്ണുങ്ങളുടെ ആഭരണമായിട്ടുണ്ട് എന്ന് ഒരാൾ കണക്കെടുത്ത് തന്നു എനിക്ക്. അതായത് 30,000 പവൻ ആഭരണത്തിന്റെ വില ഒരു വലിയ ഫാക്ടറി വിലക്കെടുക്കാനുള്ളതുണ്ട് എന്ന്. അപ്പൊ എവിടെ ഇത് ചത്തു കിടക്കുന്ന പണം? പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, നമ്മളൊരു സ്ത്രീകളുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ ആഭരണമൊക്കെ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം തുടങ്ങിയാൽ അവർക്ക് തന്നെ അതിന്റെ വരുമാനവും കിട്ടും, കള്ളനിട്ട് പേടിക്കുകയും വേണ്ട, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ നിലക്ക് ചിന്തിച്ചുകൂടെ എന്ന് ഒരു വിഷയം എന്ന നിലക്ക് പറയാണ്. അപ്പൊ ആഭരണത്തിന് പെൺകുട്ടികൾക്ക് വേണം, എനിക്ക് ആഭരണം വേണ്ട, ഞാൻ ആഭരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിലക്ക് നമ്മൾ സ്വർണ്ണാഭരണത്തോടുള്ള ഒരു വിമുഖതയും ഉണ്ടാക്കിയെടുത്താൽ നല്ലതാണ്. പിന്നെ നമ്മുടെ ഒരു വലിയ പ്രശ്നം, എങ്ങനെയാണ് നമ്മൾ വിവാഹം ലളിതമാക്കുക? ഞാൻ ഒരുപാട് കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ച്, എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഇനിയിപ്പോ ഞാനൊരു വിവാഹം നടത്തും, എൻ്റെ മകൻ്റെ ഞാനെങ്ങനെ ആളെ വിളിക്കാതിരിക്കുക? ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എന്ത് ചെയ്യും? പലപ്പോഴും നമ്മൾ അതിന് പറയുന്ന എൻ്റെ വീട്ടിൽ ആദ്യത്തെ കല്യാണം, അത് ആദ്യത്തെ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ തരാം, ആകെ ഒരു മോളാ ഉള്ളത്, അതിന് ആളെ വിളിക്കണ്ടേ? രണ്ടും അങ്ങനെ. മൂന്നാമത്തേത് ഇത് അവസാനത്തെ ഒരു പരിപാടി, ഇനി ആരെയും വിളിക്കാനും ഇല്ലല്ലോ. അപ്പൊ എല്ലാ കല്യാണവും വലുതായി അതോടുകൂടി. ഓരോന്നിനും ഓരോ ന്യായമാണ് എന്ന് മാത്രം. ആദ്യത്തെ കല്യാണമല്ലേ, രണ്ടാമത്തേത് ആകെ ഉള്ളൊരു മോളല്ലേ, മൂന്നാമത്തെ ഇനി അവസാനത്തെ ഇല്ലല്ലോ. ഇങ്ങനെ നമ്മൾ ന്യായം ഉണ്ടാക്കിയാൽ ഒരിക്കലും ലളിതമാക്കാൻ കഴിയില്ല.
അപ്പൊ എന്താ പറയുക ആ നിർദ്ദേശത്തിൽ പറയുന്നത്, വിവാഹത്തിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടത് വരനും പെൺകുട്ടിയുടെ വലിയും 2 സാക്ഷികളുമാണ്. അത് ഇസ്ലാമികമായി വിവാഹമാകാൻ വേണ്ടത്. പിന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും സഹാബത്തിന്റെ ജീവിതത്തിലുമൊക്കെ അത് സുഹൃത്തുക്കൾക്കും സ്നേഹിതന്മാർക്കും വലീമത്ത് നൽകുന്നത്, വരൻ വലീമത്ത് നൽകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ വലുതായി വരുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് സമാധാനം പറഞ്ഞ് ഭക്ഷണം കൊടുത്ത് വിട്ടിരുന്നു. ഇന്ന് അങ്ങനെ അല്ലാതെ അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് വലിയ ഓഡിറ്റോറിയങ്ങൾ വേണ്ടി വന്നു. ഒരു നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കല്യാണം കഴിക്കാൻ മാത്രം ഓഡിറ്റോറിയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഓഡിറ്റോറിയങ്ങൾ കിട്ടാൻ വേണ്ടി 10-20 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയിട്ട് കല്യാണം നടത്തേണ്ടി വരും. അപ്പൊ എന്റെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കളെയും കുളക്കാരെയും 20-25 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിച്ചാൽ, എന്റെ അയൽവാസികളെയൊക്കെ ക്ഷണിച്ചാൽ, അതിനർത്ഥം ആ ആളുകളൊക്കെ ഒരു ദിവസം അധ്വാനിക്കണം, അവർ കഴിക്കുവാതിരിക്കണം. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതല്ലേ, ആ ഭക്ഷണത്തിന്റെ 2 ഇരട്ടി ബസ്സിന് ചെലവാക്കിയ അല്ലെ കാറിന് ഡീസൽ അടിച്ചാൽ അവർ വരണം. ചുരുക്കത്തിൽ നമ്മൾ എന്തെല്ലാം ഗുണം പറയുന്നോ അതൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് ഇപ്പം അടുത്ത് ഈ ചർച്ച വന്നപ്പോൾ, മുസ്ലിം ലീഗിന്റെ പ്രമേയവും ചർച്ചയും ഒക്കെ വന്നപ്പോൾ ഒരാൾ പറയാണ്, നിങ്ങൾ ഈ പറയും പോലെ ഒന്നല്ല, ഇത് സൗഹൃദം പുതുക്കലാണ്, ഇത് കുടുംബ ബന്ധം പുലർത്തലാണ്, ഇത് കുശലം പറയലാണ് ഒക്കെ. അപ്പൊ ഞാൻ അതിനൊരു കണക്കെടുത്ത് നോക്കി, വെറുതെ പറയാണിത്. 2 മണിക്കൂർ നേരമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു കല്യാണത്തിന് ആൾ പോവുകയും ചെയ്യുക. ഒരു 12 മണി മുതൽക്ക് ഒരു 2 മണി വരെയുള്ള ഒരു സമയം. ഇനി വേണേൽ 1 മണിക്കൂർ 3 മണിക്കൂർ നിൽക്കുക. 3 മണിക്കൂറിനുള്ളിൽ ഒരു 3000 ആൾ അവിടെ വരുന്നെങ്കിൽ, 3 മണിക്കൂറിനുള്ളിൽ 3000 ആൾ വരുന്നെങ്കിൽ ഒരാളോട് ഈ കല്യാണം വിളിച്ച ആൾക്ക് സംസാരിക്കാൻ നേരം എത്ര ഉണ്ടാവും? 1 മിനിറ്റ് പോലും ഉണ്ടാവില്ല. 1 മിനിറ്റ് പോലും ഉണ്ട്. വെറുതെ പറയാണ്, സ്നേഹമാണ്. ഞാൻ അനുഭവം പറയാം. കോഴിക്കോട്ടെ ഒരു വലിയ കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അതിന് പോയിരുന്നില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു നല്ല മനുഷ്യൻ. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാർ ഞാൻ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവാണ്. അപ്പൊ ഇദ്ദേഹം എന്നോട് പറയണം, മൗലവി അന്ന് കല്യാണത്തിന്റെ അന്ന് നിങ്ങളെ ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇതിനർത്ഥം എന്താണെന്ന് പറയാം, ഞാൻ വന്നിട്ടുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാ കുശലമാണ്, കുടുംബാന്ന് പറയുന്നത്. ഞാൻ ആ കല്യാണത്തിന് വന്നിട്ടുണ്ടോ എന്ന് ഈ പാവം മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു ക്ഷമാപണങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ തിരക്കിലായതുകൊണ്ട് എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. 3 കല്യാണത്തിന് കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ ഞാൻ കോഴിക്കോട്ട് പിന്നെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഭക്ഷണം നിക്കാഹ് കഴിഞ്ഞോടുകൂടി ഒരു ബഹളമായി. പിന്നെ അവിടെ ഇങ്ങനെ ഭക്ഷണം തരുന്ന ആളുകളെ പരിചയമുള്ളവരാവില്ലല്ലോ, ഏതോ കാറ്ററിംഗ് ഇതിലെ കുട്ടികളല്ല, ഇയാൾ ഇവിടുത്തെ കുത്തുമാർത്തിയ ആളാണെന്നോ അല്ലെങ്കിൽ ഇതേ നമ്മളെ വിളിച്ച ആൾക്ക് വേണ്ടപ്പെട്ട ആളെന്നോ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ പാത്രവും പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അരമണിക്കൂർ നിന്നാൽ എനിക്ക് ഭക്ഷണം കിട്ടൂല എന്ന് ഉത്തമ വിശ്വാസം വന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ടും ഞാനങ്ങനെ സലാം പറഞ്ഞ് തിന്നോ തിന്നില്ല ഒന്നും പറയാതെ പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. ഇങ്ങനെ 3 തവണ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. എത്ര ആളുകൾക്കുണ്ടാവും? ഒരു വലിയ കല്യാണത്തിന് ഞങ്ങൾ വരി നിൽക്കുകയാണ്. എൻ്റെ മുമ്പിൽ പ്രൊഫസർ ജലീൽ സാഹിബ്, പ്രൊഫസർ യു മുഹമ്മദ് സാഹിബ്, കുട്ടശ്ശേരി മൗലവി, എൻ്റെ പുറകിൽ മോയ്മോൻ ഹാജി, കുട്ടി ഹാജി, കോഴിക്കോട്ടെ പ്രമുഖരായ ആളുകൾ, ഞങ്ങൾ പാത്രവും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ആ നിൽക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോയിൻമോൻ ഹാജി മുക്കം അദ്ദേഹം ഒരു തമാശ പറഞ്ഞു, മൗലവി ഞങ്ങളെ നാട്ടില്, ഞങ്ങൾ പണക്കാരെ വീട്ടില് പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറെ ആൾ ഓടി വരും. ഞങ്ങൾ വിളിച്ച ആൾക്കാരല്ല, പാവങ്ങൾ അവിടെ ഇവിടെയൊക്കെയുള്ള കുറെ ആൾക്കാർ വരും. എന്നിട്ട് പ്ലേറ്റോ പാളോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് 1 കഷ്ണം മീൻ തരുമോ, 1 കഷ്ണം ഇറച്ചി തരുമോ, ഇങ്ങനെ ചോദിച്ചിങ്ങനെ നിൽക്കും. കിട്ടിയാ കിട്ടി തിന്നും. ഈ ഒരവസ്ഥയിൽ അള്ളാഹു താല നമ്മളെ ആക്കിയല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങി പുറത്ത് വന്നിരിക്കുമ്പോണ്ട് സിദ്ദീഖ് ഹസൻ സാഹിബ് ഒരു തിണ്ടിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സിദ്ദീഖ് ഹസൻ സാഹിബ് നിങ്ങൾ ഏതായാലും അവിടെ ഒരു സീറ്റ് കിട്ടി, നമ്മളെ ഹാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ ക്ഷണിച്ചിട്ട് ആദരവോടുകൂടി അവിടെ ഇരുത്തി ഭക്ഷണം കൊടുത്ത് വെള്ളം താഴെ കൊണ്ടുവച്ചാൽ അത് തട്ടിമറിഞ്ഞു പോകും. ഇങ്ങനെയെല്ലാം കൂടി കല്യാണം വേണോ? വേണ്ടല്ലോ. കുറച്ച് ആളെ വിളിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് നല്ലോണം പറഞ്ഞേക്കാം. അതിനെന്ത് ചെയ്യണം? നമ്മൾ അളവ് കുറക്കണം. എണ്ണം കുറയ്ക്കുന്നതിന് അന്നത്തെ ഒരു നിർദ്ദേശം എന്താ അറിയോ? ഒരാൾ അയാളുടെ ഒരു സന്തോഷവേള എന്ന നിലയിൽ വളരെ അടുത്ത കുടുംബക്കാരെയും വളരെ അടുത്ത അയൽവാസികളെയും വിളിച്ചാൽ മതി. ഇത്ര മതി. വളരെ അടുത്ത അയൽവാസികളും വളരെ അടുത്ത കുടുംബക്കാരും പിന്നെ വളരെ അടുത്ത സ്നേഹിതന്മാർന്നും കൂടി അതിൽ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നം, അത് നിയന്ത്രിക്കാൻ കഴിയില്ല. സാവാൻകുട്ടി സാഹിബ് PSC ചെയർമാൻ ആയിരുന്ന സാവാൻകുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ 2ാമത്തെ മകളുടെ വിവാഹത്തിന് ഒരു കത്തയച്ചു. എൻ്റെ മകളുടെ വിവാഹം ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം നടക്കുകയാണ്, താങ്കൾ പ്രാർത്ഥിക്കണം എന്ന്. കല്യാണത്തിന് വരണമെന്നില്ല. മുഴുവൻ വായിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ ആ കത്തും കൊണ്ട് നമ്മളിത് നോക്കില്ല, ഡേറ്റെല്ലാം നോക്കുക. അതിന് AP ഉദയഭാനു മലയാളം നാട് വാരികയിൽ ഒരു ലേഖനം എഴുതി വിവാഹത്തെക്കുറിച്ച്. ഇതൊരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ഒരു കല്യാണക്കത്താണ് ഇത് എന്ന് പറഞ്ഞിട്ട്. കാരണം അത് മതി.
അത് മതിയല്ലോ വിവാഹം. അപ്പം അങ്ങനെ ഉണ്ടാവും. നമ്മളിപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരാൾ എന്നെ വിളിച്ച് പറയാണ് നമ്മളെ മോളെ കല്യാണമുണ്ട്, മോളെ വിവാഹമുണ്ട്, നിങ്ങളൊക്കെ ദ്വാരക്കണം കേട്ടോ എന്നാൽ നമ്മൾ ദ്വാ ചെയ്യും. നമുക്കും സൗകര്യം നിങ്ങൾക്കും സൗകര്യം. ഒരു കല്യാണം ഒഴിഞ്ഞു കിട്ടിയാൽ അതിൻ്റെ റാഹത്ത് എത്ര അറിയാം. അപ്പോൾ ആൾക്കാർ പറയും ഇവിടെ കയറി അവിടെ മുഖം കാണിച്ചു, ഇവിടെ കാണി അവിടെ മുഖം കാണിച്ചു, ഇങ്ങനെ പോവാണ് ആളുകൾ. അപ്പോൾ ഒരു വിവാഹം അത്ര നല്ലതാണ്, പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളൊരു പ്രശ്നം ഇവൻ പിശുക്കനാണെന്ന് പറയും ആളുകൾ. പിശുക്കനാണെന്ന് പറയാതിരിക്കാൻ ഉള്ള ചിലവുകൾ ഇന്നലത്തെ മാധ്യമത്തിൽ ഈ ചർച്ചയിൽ ഒന്ന് രണ്ട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 1-2 ആളുകളുടെ കല്യാണം, അതായത് കുറച്ച് ആളെ വിളിച്ച് കല്യാണം നടത്തി. ആ നടത്തിയ ആളുകൾ വേറെ ചില വിവാഹം നടത്തി കൊടുത്തു. അതുമാതിരി വേറെ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വലിയ പണം കൊടുത്തു എന്നത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതെന്തിനാ അറിയോ? ഇവൻ പിശുക്കനാന്ന് പറയാതെക്കാൻ. കല്യാണത്തിന് 10 ലക്ഷം ചെലവാക്കുന്ന ഒരാൾ, ആക്കാവുന്ന ഒരാൾ 1 ലക്ഷം റുപ്യ കൊണ്ട് കല്യാണം നടത്തി ഒരു 9 ലക്ഷം റുപ്യ ഇന്ന കാര്യത്തിന് കൊടുത്തു, വീടുണ്ടാക്കാൻ കൊടുത്തു, അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനത്തിന് കൊടുത്തു. അങ്ങനെ പിശുക്കൊണ്ടല്ല ഇതൊരു വിശ്വാസം കൊണ്ടാണ് എന്ന് വന്നല്ലോ. അതിൽ പിന്നെ നമ്മുടെ ഈ വിവാഹത്തോടനുസരിച്ചുള്ള സദ്യകളുടെ ഭക്ഷണത്തിന്റെ ഐറ്റം കുറക്കാലോ. കാരണം ലോകത്തില്ലാത്ത എല്ലാ സാധനങ്ങളും കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഭക്ഷണക്രമം ഉണ്ടല്ലോ, അതല്ലാത്ത പരിചയമില്ലാത്ത വേറെ ഏതോ നാട്ടിലെ ഭക്ഷണം അവിടെ ഉണ്ടാക്കുക. അപ്പൊ ഒരാൾക്ക് ഒരു വയറേ കഴിക്കാൻ കഴിയും. ഇപ്പൊ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തരാം, ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ എടുത്തെടുത്ത് പകുതിയാകുമ്പോഴേക്ക് തന്നെ നമുക്ക് വേണ്ട അളവായി. പിന്നെ പല സാധനവും നമുക്ക് പൂതിയുള്ളത് പിന്നെ അപ്പുറത്തുണ്ടാവും. അപ്പൊ ഇത് തിന്നിട്ട് പിന്നെയും തിന്നാണ്. പിന്നെ ഈ തിന്നതൊന്നും തന്നെ ആരോഗ്യകരവുമല്ല. അപ്പം ഐറ്റം കുറക്കാം. എല്ലാം കൂടി ഒന്നിച്ചാക്കാനല്ല, ഐറ്റം കുറക്കാം ഭക്ഷണത്തിന്റെ. വേറെ ഒരു പരീക്ഷണം, നമ്മൾ കുറച്ച് ഭക്ഷണം മതിയാവുന്ന നേരത്തേക്ക് വിവാഹത്തിന്റെ സമയം മാറ്റാം. രാവിലെ 10 മണിക്കാണെങ്കിൽ രാവിലെ 10 മണിക്ക് നമ്മൾ എന്താ, അല്ലെ വൈകുന്നേരം 4 മണിക്കാണെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് എന്താ ഒരു ചായ സ്നാക്സ് എന്തെങ്കിലും അത്രല്ലേ, അങ്ങനെ ആക്കാം. അതും ഒരു മോഡലായി അന്ന് നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്, സമയം മാറ്റാം. ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം കേൾക്കണം. അപ്പൊ ഞാനൊക്കെ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. നമ്മളെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മുമ്പ് വിവാഹം നടത്താൻ ഉച്ചക്കാണ് കല്യാണമെങ്കിൽ ഉച്ചക്ക് ആൾക്കാർ വരിക. ഇപ്പം കുറച്ച് കൊല്ലമായി നോക്കുമ്പോൾ എന്താ പറയുക, തലേന്ന് രാത്രി നമ്മളൊന്ന് പോയില്ലെങ്കിൽ അയാൾ എന്ത് വിചാരിക്കും എന്നാണ്. അങ്ങനെ അയാൾ എന്ത് വിചാരിക്കും, തലേന്നും കല്യാണമായി മാറി. ഇപ്പൊ തലേ ദിവസം മഗ്‌രിബിന് ലൈറ്റും കാര്യമൊക്കെ വെച്ചിട്ട് അന്നും കുറെ ആളുകൾ വരികയാണ്. അപ്പൊ 2 ദിവസത്തെ കല്യാണമാണ്. ഇപ്പോൾ ഫറൂഖിൽ ഒരാൾ വിവാഹ ക്ഷണക്കത്തിൽ എഴുതിയിരുന്നു, NB തലേ ദിവസം വീട്ടിൽ പരിപാടികളില്ല. അതിന്റെ ആരും അങ്ങനെ കയറി വരണ്ടാന്ന്. അതെന്താ വെച്ചാൽ അങ്ങനെ വരെ നമ്മൾ എഴുതേണ്ടി വന്നു, തലേ ദിവസം വീട്ടിൽ പരിപാടികളില്ല. അപ്പൊ അത് നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാവുന്ന ഒരു സംഗതിയാണ്. അതുപോലെ ഈ വിവാഹത്തിന്റെ ഈ ചെലവ് കുറക്കാനുള്ള മാർഗങ്ങളിൽ മറ്റൊന്നാണ്, ഒരു തറവാട്ടില് ഒരു 6 മാസത്തിനുള്ളിൽ 2-3 കല്യാണം നടക്കാനുണ്ട് വിചാരിക്കാം, അല്ലെ? മോന്റെ മോളത്, മോളെ മോളത്, മുസ്താപ്പന്റെ മോളത്, ഇതിൽ കൂടേണ്ട ആളുകൾ കുടുംബക്കാരും നാട്ടുകാരും മിക്കവാറും ഒരേ ആളുകളാവും. അത് ഒരു ദിവസമാക്കി അതിൽ കൂടുതൽ സൗകര്യമുള്ള വീട്ടിൽ വെച്ചോ ഇനി ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചോ ആക്കിയാൽ അത് ഒരുപാട് ചെലവ് കുറയും, ആളുകൾക്ക് ആശ്വാസം ഉണ്ടാവും. അതേപോലെ ഒരു മഹല്ലിൽ പറ്റും കുറെ ആളുകൾ ഒന്നിച്ചൊരു ദിവസം വിവാഹമാക്കുക, എന്നിട്ട് അതിന്റെ ചെലവ് തിരിച്ചെടുക്കുക. ബോംബെയിൽ ഒരു പള്ളി മഹല്ലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ നോട്ടീസ് ഉണ്ട്, ഈ മഹല്ലിൽ ഇന്ന മാസങ്ങളിലെ വിവാഹ തീയതി ഇതാകുന്നു എന്ന്. അവിടുത്തെ ഇമാം നോട്ടീസ് ഇട്ടതാണ്, പള്ളി നോട്ടീസ് ഇട്ടാ. ഇപ്പൊ ഇത്രാം തീയതി അതിലേക്ക് ഫിക്സ് ചെയ്യാം. വിവാഹം അർപ്പിക്കുന്ന ആൾ എന്താ, എനിക്ക് 100 ആളുണ്ടാവും, ഇയാൾക്ക് 100 ആളുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അതിന്റെ പൈസ കൊടുത്ത്, കുറെ ആൾ കോമൺ ആണ് ഉണ്ടാകുമല്ലോ, കുറെ ആൾ എല്ലാവർക്കും കൂടി വേണ്ടി ആളുകൾ സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വിവാഹത്തിന്റെ കാര്യങ്ങളിൽ ഇസ്ലാമിലെ വിവാഹം എന്തിനാണ് എന്ന ബോധവൽക്കരണം ഉണ്ടാകണം. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് വെറും ഒരു കളിതമാശ അല്ലല്ലോ. വിവാഹം എന്ന് പറയുന്നത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് മീസാഖൻ ഖലീള, ഒരു ശക്തമായ കരാറിനാണ്. ഒരാളുടെ ജീവിതത്തിലെ വലിയൊരു സംഭവമാണത്. അപ്പൊ അതിൻ്റെതായ അച്ചടക്കത്തിലും അതിൻ്റെതായ ഭവ്യതയിലും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടും ഒക്കെയാണ് നമ്മൾ ലബാറക്കല്ലാഹു ലക്കുമാൻ ഒക്കെ പറയുന്നത്. അത് പറയാൻ കഴിയാത്ത മാതിരിയിലാണ്. ഇപ്പൊ എനിക്കൊരു 2 മാസത്തിനുള്ളിൽ ഒരു അനുഭവം, കോഴിക്കോട്ട് വെച്ചൊരു കല്യാണം. നമ്മുടെ ആളുകളൊക്കെ തന്നെ കല്യാണത്തിന് വളരെ നിർബന്ധിച്ചിട്ട് വരന്റെ ആളുകൾ ക്ഷണിച്ച് വധുവിന്റെ ആളുകൾ ക്ഷണിച്ച് ഒരുപാട് തിരക്കിനിടയിൽ ഞാൻ പോയിട്ട് നമ്മൾ നിക്കാഹ് തീർന്ന് നമ്മൾ ദുആ ചെയ്ത് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കുണ്ട് പടക്കം പൊട്ടാൻ തുടങ്ങി. ഇതിന്റെ ബാക്കിൽ അവിടെ അങ്ങനെ ഒരു ശീലമില്ല. അപ്പൊ പടക്കം പൊട്ടാൻ തുടങ്ങി. ഞാൻ മൈക്കെടുത്ത് പറഞ്ഞു, നിങ്ങൾ പടക്കം പൊട്ടിക്കരുത്, ഇതൊരു നല്ല ഉണ്ടാവേണ്ട ഒരു മജ്ലിസാണ്, നിക്കാഹ് കഴിഞ്ഞ് ദുആ ചെയ്യുന്ന സമയമാണ്, അതുകൊണ്ട് പടക്കം നിർത്തണം. അപ്പൊ ഈ പടക്കത്തിന് തീ കൊടുത്താൽ പിന്നെ പകുതിയിൽ നിർത്താൻ കഴിയില്ലല്ലോ, അതങ്ങനെ പൊട്ടിയാണ് തീർന്നു. ഞാൻ അവിടുന്ന് പോയി, ഞാൻ ഭക്ഷണം കഴിക്കാതെ അപ്പൊ ആൾക്കാരെങ്കിലും ഭക്ഷണം, എനിക്ക് ഭക്ഷണം വേണ്ട. ഷഹീദ് ഫാറൂഖ് നിക്കാഹിന്റെ കുത്തുബയിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു നിക്കാഹ് തുടങ്ങുക, അപ്പോഴേക്ക് പൊട്ടാൻ തുടങ്ങി.
മുപ്പര് അത് അവിടെ നിർത്തിയിട്ട് നിക്കാഹ് ചെയ്ത് കൊടുത്തു. അപ്പം മൗലവി ഹുത്തുബ ഉപദേശം, എന്തുപദേശം, അൽഹംദുലില്ല പടക്കം പൊട്ടിക്കുന്നതിന് അൽഹംദുലില്ല എന്ന് പറയേണ്ടത് ഇല്ലല്ലോ. അത് നിങ്ങൾ വേറെന്തെങ്കിലും ചെയ്തോളിയായിരുന്നു മുപ്പര് സ്ഥലം കൊടുത്ത്. എല്ലാം ആഭാസമായിട്ട് ഇന്നലെ തന്നെ പത്രത്തിലുണ്ട്. പിന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കോഴിക്കോട് കൊടുവള്ളിക്കടുത്തൊരു സ്ഥലത്ത്. പോലീസ് കേസെടുത്ത് എന്തിനെന്നറിയോ? ഈ വിവാഹത്തോടനുബന്ധിച്ച് വീടുകളിൽ അക്രമം ചെയ്തിട്ട്. അക്രമം വരന്റെ ആളുകളാണ് ഒരു കൂട്ടർ. അവര് വീട്ടിൽ നിന്ന് പോവില്ല, തിരിച്ചു വരിക, പോയര് വരിക, എന്നിട്ട് പിന്നെ ബെഡ്റൂമിൽ കയറിയിരിക്കുക, ഇതാകെ നാശാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ ആകെ വിവാഹം എന്നത് ഒരു പേടി സ്വപ്നം ആയി മാറുന്ന അവസ്ഥ വരികയാണ്. അതുപോലെ തന്നെ ആഭാസങ്ങൾ, ഇതൊക്കെ കാണുന്ന ഇത് ഒരു പങ്ക് മുസ്ലിം സമൂഹം അത് ഉണ്ടാക്കുകയും പിന്നീട് അത് പ്രചരിക്കുകയും ചെയ്തതാണ്. ആർക്കും നിയന്ത്രണമില്ലാത്ത ഒരു സമുദായമായി നമ്മൾ മാറിപ്പോയാൽ ഇപ്പോൾ ഒരു നിയന്ത്രണം സാധിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് എല്ലാ വിഭാഗം പണ്ഡിതന്മാരും എല്ലാ മതസംഘടനകളും ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിങ്ങളുടെ മുസ്ലിം ലീഗിന്റെയും ഒരാഹ്വാനവും ഒക്കെ നിലനിൽക്കുമ്പോൾ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ച് ചില മാതൃകാ വിവാഹങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു സംഗതിയാണ് ഇത് എന്ന നിലയ്ക്ക് ഇത് കൊണ്ടുപോയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. എത്ര പണമാണ് പൊട്ടിച്ചു കളയുന്നത്, എത്ര പണമാണ് അനാവശ്യത്തിന് ചെലവഴിക്കുന്നത്. ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിസിനസ്, രാഷ്ട്രീയം, സാംസ്കാരിക ബന്ധം അതൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ അതെല്ലാം വിവാഹം കൊണ്ടാണ് ഇല്ലല്ലോ. അതിനെല്ലാം ഉള്ളതാണ് വിവാഹം എന്ന് പറഞ്ഞതാണ് പ്രശ്നം. ഒരു ബന്ധവും ഇല്ലെങ്കിലും മന്ത്രിയെ കിട്ടണം, ഒരു ബന്ധവും ഇല്ലെങ്കിലും MLA MP ഒക്കെ വരണം, ഒരു ബന്ധവും ഇല്ലെങ്കിലും ചില ആളുകളെ പ്രത്യേകം ക്ഷണിക്കണം. ഇപ്പൊ എനിക്കറിയാം, അതുകൂടി ഞാൻ പറയാം. നമ്മൾ ഈ അനുഭവങ്ങൾ പറയുന്നതല്ലാണ്. ഒരാൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, എൻ്റെ മകളെ എൻ്റെ ആരോന്നിൻ്റെ വിവാഹം ഉണ്ട്, നിങ്ങൾ വരണം. അവിടുത്തെ നമ്മുടെ ഒരു പ്രവർത്തനം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വരണം. ഇയാൾ വിളിക്കും എന്ന് വെച്ചാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, നമ്മളെ പള്ളിക്കൊക്കെ പൈസ തരുന്ന ആളാണ്. അതാണ് ഇതിൻ്റെ മാനദണ്ഡം. നമ്മളെ പള്ളി അവിടെ ശാഖയെ പൈസ കൊടുക്കുന്ന ആളാണ്, എന്നാൽ നമ്മളൊക്കെ കല്യാണത്തിന് പങ്ക്. എന്നിട്ട് ശുപാർശ പറഞ്ഞിട്ട് നമ്മൾ പോയി. ഏതായാലും അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന മനുഷ്യനല്ലേ വെച്ചത്. ഈ പറഞ്ഞ പോലെ ഗേറ്റിലെത്തി ഇയാൾ വലിയ സന്തോഷം കൈ പിടിച്ച് കുലുക്കി സലാം പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വിടുമല്ലോ. അങ്ങനെ ഭക്ഷണമുള്ള സ്ഥലത്തേക്കാണ്ട് വിട്ടു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആദ്യം ഞാൻ എത്തിയ സ്ഥലത്ത് അവിടെ ഭക്ഷണമില്ല. അപ്പൊ ഞാൻ അടുത്ത കൗണ്ടറിലേക്ക് പോയി, അവിടെ പ്ലേറ്റ് എത്തിയിട്ടില്ല. മൂന്നാമത്തെ കൗണ്ടറിൽ എത്തുമ്പോൾ ഞാനിങ്ങനെ ഈ കുട്ടികളാരും എന്നെ അറിയില്ലല്ലോ, ഈ കാറ്ററിംഗ് പിള്ളേരല്ലേ. മൂന്നാമത്തെ സ്ഥലത്തെത്തിയപ്പോഴാണ് ഞാനിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് ഫറൂഖ് കോളേജിനപ്പുറത്ത് കാരാടുള്ള നമ്മുടെ ഒരു പ്രവർത്തനം എവിടുന്നോ ഒരു പ്ലേറ്റ് കുറച്ച് ചോറൊക്കെ കൊണ്ടുതന്ന് ഞാൻ എവിടുന്നോ തിന്ന് ഞാൻ പോവുകയും ചെയ്തു. ഇയാൾ വൈകുന്നേരം കഴിച്ചില്ല, കഴിച്ചു വേറെ ഞാൻ പോവുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ സംഭവം. എന്താണെന്ന് വെച്ചാൽ യാതൊരു ആശയവുമില്ല ആ കല്യാണത്തിന് എന്നെ ഞാൻ അയാളെ കുടുംബക്കാരനല്ല, അയാളെ സ്നേഹിതനല്ല, അയാളൊന്നുമല്ല. ഒരു പക്ഷേ നമ്മളോടുള്ള ബഹുമാനമായിരിക്കും, നമ്മൾ അംഗീകരിക്കുന്ന ബഹുമാനമാണ്. ആണെങ്കിൽ ആ ബഹുമാനം കൊണ്ടുവന്ന ഒരു മനുഷ്യന് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ക്ഷണിക്കാതിരിക്കലാണല്ലോ നല്ലത്. ആ നിലയിൽ നമ്മളെ ഒന്ന് ആലോചിക്കണം, വിലയിരുത്തണം. വിവാഹം കൊണ്ട് ഞാൻ അരീക്കോട്ടടുത്തൊരു കല്യാണത്തിന് പോയപ്പോൾ ഓരോ നാട് പറയുമ്പോൾ ആ നാട്ടുകാർ ദേഷ്യം പിടിക്കരുത്, എല്ലായിടത്തിലും ഉള്ളതാ, എൻ്റെ നാട്ടിലുള്ളതാ. ഞാൻ അതിന്റെ റിയാലിറ്റിക്ക് വേണ്ടി പറയാം. പോയപ്പോൾ ഒരു വലിയ ഓഡിറ്റോറിയം, അരീക്കോട്ടിനപ്പുറത്ത് പത്തനാപുരത്ത് ഒരു ഉയരത്തിലുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ആളുകൾ ഇങ്ങനെ വരികയാണ്, വന്ന് കുറേ ആൾ ഭക്ഷണം കഴിച്ച് പോവുകയാണ്. അപ്പൊ പിന്നെ പോണവർ വിളിച്ചു പറയാൻ തുടങ്ങി, തീർന്നു എല്ലാവരും പൊയ്ക്കോളിന്ന്. അപ്പൊ എന്താ സംഭവം എന്നറിയോ? ഈ കല്യാണത്തിലേക്ക് വാപ്പ കുറെ ആളെ വിളിച്ചു, മകൻ കുറെ ആളെ വിളിച്ചു, പിന്നെ ബാക്കി കുട്ടികളെ വിളിച്ചു. എല്ലാം കൂടി കല്യാണത്തിന്റെ പ്രധാന സമയമാകുമ്പോൾ തീർന്നു എല്ലാവരും പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട് ഈ കല്യാണത്തിന് ക്ഷണിച്ച ആളുകൾ എന്തോ കിട്ടാൻ വന്ന ആൾക്കാരുമായി തിരിച്ചു പോകുന്ന, ഭിക്ഷക്ക് വന്ന ആൾക്കാരോട് പറയണ മാതിരിയുള്ള അനുഭവം ഉണ്ടാകുക. അപ്പൊ ചെറുതാവണം, ലളിതമാവണം. ഇസ്ലാമിക വിവാഹ രീതി എന്ത് എന്ന് നമ്മൾ ശീലിക്കുകയും വേണം. പിന്നെ വേറൊന്നുള്ളത്, വിവാഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന അനാവശ്യങ്ങൾ ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അനുബന്ധമായത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷൻ വിവാഹം ചെയ്യുന്നതോടുകൂടി ഒരാൺകുട്ടിയും അവർ ഭാര്യ ഭർത്താക്കന്മാരായി നിക്കാഹോടുകൂടി പിന്നെ അവർ സ്വതന്ത്രരാക്കി വിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒക്കെ ഉണ്ട്. ഇന്ന ദിവസം ഇന്നടത്ത് പോകണം, ഇന്നത് ചെയ്യണം, ഇന്നടത്ത് വരണം, ഇന്നടത്ത് പോകണം, ഇങ്ങനെയൊക്കെ വരിഞ്ഞു മുറുക്കുകയാണ്. അതിന് പകരം മക്കളെ ഇന്ന് മുതൽ നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞില്ലേ, ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാനും ഇഷ്ടമുള്ളപ്പോൾ പോകാനും പോകാതിരിക്കാനും നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നിങ്ങളുടെ പിന്നെ ദീനിന്റെ താല്പര്യം അനുസരിച്ച് ജീവിച്ചോളൂ എന്ന ഒരു നിർദ്ദേശം നൽകിയാൽ ആ കുട്ടികൾക്കും ഒരു സുഖം തോന്നും, നമുക്കും അത് ഒരു സൗകര്യമായിരിക്കും. അങ്ങനെ ഈ ഇസ്ലാമികമായ വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും ഭാഗമായുള്ള ഒരു സംഗതിയാണ് വിവാഹം എന്ന നിലയിൽ നമ്മൾ അതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം. അത് കളി തമാശയല്ല, അത് ആഭാസമാക്കി തീർക്കാനല്ല. ഇപ്പൊ തലശ്ശേരിയിലൊക്കെ, ഞാൻ തലശ്ശേരിയിൽ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ട്, തലശ്ശേരി ഇപ്പൊ നേരെ കോഴിക്കോട് മലപ്പുറം ഒക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തലശ്ശേരിയും പറയാം. പിന്നെ ഒരു നിക്കാഹ് കഴിഞ്ഞ് ഞാൻ പോന്നു,
ഞാൻ ആണ് കുത്തുബ നടത്തുന്നത്. അത് കഴിഞ്ഞ് പോകുന്നു. പിറ്റേന്ന് അവിടുത്തെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു, നിങ്ങൾ ഇന്നലെ അവിടെ ഒരു നിക്കാഹിന് കുത്തുബ നടത്താൻ വന്നു. ആ ഞാൻ വന്നു. അപ്പോൾ എന്നോട് പറയാം, നിങ്ങൾ പോയ ശേഷം എന്താ ഉണ്ടായത് നിങ്ങളറിയാം. പറഞ്ഞു ഞാൻ അറിയില്ലല്ലോ. എന്നാൽ നിങ്ങൾ അങ്ങ് ഇറങ്ങിയ ശേഷം പിന്നെ വലിയ പെൺകുട്ടികളും ആൺകുട്ടികളും സ്റ്റേജിൽ കയറി ഡാൻസും പ്രശ്നവും പെൺകുട്ടികളെ പിടിച്ച് മേലോട്ടെറിയലും താഴോട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതാണ് പിന്നെ അതിന് എന്നെ വിളിക്കേണ്ട എല്ലാം കൂടെ അങ്ങനെ ഡാൻസും പാട്ടുമായിട്ട് നടന്നാൽ മതിയല്ലോ. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ അനിയന്ത്രിതമായിരിക്കുന്നു. ആർക്കും നിയന്ത്രിക്കാൻ കഴിയും. ആരാണ് ഇതിന്റെ നിയന്ത്രകൻ എന്നറിയില്ല. വാപ്പ പറയും ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഭാര്യയും മക്കളും ഒക്കെ അങ്ങനെയായി. പിന്നെ വാപ്പയും ഉമ്മയും പറഞ്ഞ പിന്നെ മക്കളല്ലേ ഇപ്പൊ കാര്യമൊക്കെ ചെയ്യുന്നത്, അവരാണ് പൈസ അയച്ചിരുന്നത്, പിന്നെ നമ്മൾ അങ്ങനെ പോവാണ് ഓരോന്നും. അങ്ങനെ പോരല്ലോ. അപ്പൊ നമ്മൾ ഒന്നിച്ചു നിന്നാൽ, ഈ സമയത്ത് ഒന്നിച്ചു നിന്നാൽ, പ്രത്യേകിച്ച് ലീഗിന്റെ പ്രമേയമുണ്ട്, നേരത്തെ പല മതസംഘടനകളും പറഞ്ഞിട്ടുണ്ട്, ആ നിലയിൽ ഒന്നിച്ചു നിന്നാൽ നമുക്കൊരു മാറ്റം വരുത്താം. ഒരു സാമൂഹ്യ വിപ്ലവം ഉണ്ടാകും. ഒരു സാമൂഹിക വിപ്ലവത്തിന് കേരളം സാക്ഷിയാവും. ഇപ്പൊ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്താതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നറിയോ? നമ്മൾ കല്യാണം അങ്ങനെയല്ലേ, ഈ പറഞ്ഞ ആൾ അങ്ങനല്ലേ, മറ്റേ നേതാവ് എന്റെ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ ഒരാളെങ്കിലും അവരുടെ വിവാഹം അടുത്ത് വരാനിരിക്കുന്ന മകന്റെ വിവാഹം വിചാരിച്ചതിനേക്കാൾ ഒന്ന് ചെറുതാക്ക്, അത്ര മതി. ഞാൻ പറഞ്ഞ മാതിരി ആരും വിളിക്കാക്കണ്ട. ഇപ്പൊ നിങ്ങൾ 1000 ആളെ വിളിക്കാൻ വിചാരിച്ചെങ്കിൽ 800 ആളെ വിളിക്കും. 200 ആൾ കുറഞ്ഞല്ലേ? 200 ആളെങ്കിൽ കുറക്കാൻ ഞാൻ പറഞ്ഞുതരാം. ദൂരമുള്ള ആൾക്കാർ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, ഇവിടെയാണ്, നിങ്ങൾ വരണമെന്നില്ല, നിങ്ങൾ ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പണി. അവർക്കും സന്തോഷമായി, ദൂരമുള്ള ആൾക്കാരെ. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, അത്യാവശ്യമില്ലാത്ത ആൾക്കാരെ അടുത്ത കല്യാണത്തിന് മെല്ലെ മെല്ലെ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. ഒരുപാട് ആളുകൾ ഇപ്പൊ ആ രംഗത്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ഇതിന് KPA മജീദ് സാഹിബ് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു, എല്ലാ മുസ്ലിം സംഘടന. അതിൽ ഞാൻ പറഞ്ഞത്, ഞാൻ മുനവ്വർ അലി തങ്ങൾക്ക് മെസ്സേജ് വായിച്ചിരുന്നു ആ റെക്കോർഡ് വന്നപ്പോൾ, ലേഖനം വന്നപ്പോൾ. എന്താ പറയുക, ഇതിൽ നേതാക്കൾ മാതൃക കാണിച്ച് നല്ല മീഡിയ പബ്ലിസിറ്റി കൊടുക്കണം. അത് പാണക്കാട് തന്നെ തുടങ്ങിയാലും നന്ന് എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും നോട്ടബിൾ ആയിട്ടുള്ള ആളുകളെ ഇയാൾ ഇത്ര ചെറുതാക്കിയോ, ഇയാൾക്ക് വലിയ കല്യാണം നടത്താമായിരുന്നല്ലോ എന്ന് പറയാവുന്ന ആളുകൾ ഒന്ന് ചെറുതാക്കിയാൽ പിന്നെ ആളുകൾക്ക് ഇതാവും. ഹൈറായാലും ഷെറായാലും നമ്മുടെ നാട്ടിൽ പണക്കാരെയാണ് നമ്മൾ അനുകരിക്കുക. ഞാൻ കോഴിക്കോട് പള്ളിയിൽ ഹുത്ബയിലൊക്കെ പറയലുണ്ട്, ഞങ്ങൾ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ കോഴിക്കോട്ടുകാരെയാണ് മാതൃകയാക്കാണ്. ഹൈറായാലും ഷെറായാലും അവരാ ഇമാമിങ്ങൾ അല്ലെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ പർദ്ദ ഇടാൻ തുടങ്ങി, കോഴിക്കോട്ടെ പെണ്ണുങ്ങൾ പർദ്ദ ഇടാൻ തുടങ്ങി, കോഴിക്കോട്ടെ ആൾക്കാരൊക്കെ താടി വെക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ഗ്രാമത്തിലും താടി വെക്കാൻ തുടങ്ങി. കോഴിക്കോട്ടെ ആൾക്കാരൊക്കെ ബിരിയാണി തുടങ്ങി, അപ്പൊ ഞങ്ങളും ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ എന്താ മന്തി മറ്റേതൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പൊ ഞങ്ങൾ ഈ ഗ്രാമീണരൊക്കെ കോഴിക്കോട്ടുകാരെ നോക്കിയിട്ടാണ്, അവരെ നമ്മൾ ഇമാമിങ്ങൾ. അത് അവരാണ് കുറച്ചുകൂടി അനുകരണീയെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. അതേമാതിരി പണക്കാരായ ആളുകൾ, അതുമാതിരി സ്വാധീനമുള്ള ആളുകൾ, നേതാക്കന്മാരായ ആളുകൾ, അവരൊക്കെ എന്താണോ മാതൃക അത് സാധാരണക്കാർക്ക് വേഗം അനുകരിക്കാൻ പറ്റും. ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചാലും ഒരു കല്യാണത്തിന് പണം ഒപ്പിക്കാൻ കഴിയില്ല സാധാരണ നാട്ടിലെ കൂലിപ്പണിക്കാർക്ക്. ഉറപ്പല്ലേ? 1 ലക്ഷം രൂപ ഒക്കെ ഒരു കൂലിപ്പണിക്കാരന് സമ്പാദിക്കാൻ കഴിയും. എന്നാലും അയാൾ ഈ കല്യാണം നടത്തുന്നത് നാട്ടിലിപ്പം അങ്ങനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. നാട്ടിൽ അങ്ങനല്ലേ എന്ന് വിചാരിച്ച ആൾ നടത്തേണ്ട യാതൊരു കാര്യമില്ല. അത് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യാൻ വേണ്ടി ആളുകൾ ദുആ ചെയ്യുന്ന നല്ലൊരു മജ്ലിസാക്കി മാറ്റിയാൽ മതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കൂടിച്ചേരൽ ഈ നിലയിൽ ഒരു നല്ല ചിന്തകൾ ഉണ്ടാക്കാൻ ഉപകരിക്കും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ഈ ചർച്ചകളിൽ ലേഖനങ്ങൾ എഴുതുന്ന പത്രക്കാരോട് ഞാൻ പറഞ്ഞത്, ചാനലുകളോട് പറഞ്ഞത്, ഇതിന് എതിർപ്പുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, അവരെ ഇതിൽ പങ്കെടുപ്പിക്കരുത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിന് ന്യായം പറഞ്ഞാൽ ന്യായീകരിച്ചാൽ ഇത് പൊളിഞ്ഞു പോകും. അവരങ്ങനെ സ്വന്തം അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് വിടാനേ പറ്റുള്ളൂ. അപ്പൊ ഇതിനെതിരിൽ നിങ്ങൾ ഇനിയും കുവൈറ്റ് ചർച്ച ഉണ്ടാക്കണം, എല്ലാ സംഘടനകളുടെയും കീഴിലായിട്ട്. അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ആഹ്വാനം എങ്ങനെ നടപ്പിലാക്കാം, ആശയം എല്ലാവരും അംഗീകരിച്ച എങ്ങനെ നടപ്പിലാക്കാം. ഈ പറഞ്ഞതൊന്നുമല്ലാത്ത കുറെ കാര്യങ്ങൾ നിങ്ങളിൽ പലർക്കും നാം ഇങ്ങനെ ചെയ്തുകൂടെ എന്ന്. അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു. മാത്രമല്ല അടുത്ത ഈ മദ്യമുക്ത കേരളം എന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ വിഷയത്തിലും നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. ഇങ്ങനത്തെ ജീവൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇസ്ലാഹി സെന്റർ കാണിക്കുന്ന താല്പര്യവും ആ വിഷയങ്ങളിൽ മറ്റു സംഘങ്ങൾ കൂടെ പ്രവർത്തിക്കുന്നതും സന്തോഷകരമായ
കാര്യമാണ്, പ്രവാസ ജീവിതത്തിൽ ചെയ്യുന്ന പുണ്യകർമ്മമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മൾ മറ്റ് ഔപചാരികത തുടങ്ങുകയായിരുന്നു. ബഹുമാന്യനായ ശ്രീമളൂരിന് നമസ്കാര ശേഷം തന്നെ നാട്ടിലേക്ക് തിരിക്കാനുള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പോൾ പങ്കുവച്ചു. നമസ്കാരം, ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ബാക്കിയുള്ള പ്രഭാഷണങ്ങളും തുടങ്ങുന്നതായിരിക്കും. എല്ലാ ആളുകളും നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ബഹുമാന്യനായ ബഷീർ പട്ടേൽ താഴത്തിന്റെ പ്രഭാഷണം, സമാപന പ്രഭാഷണം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ KMCC-യിൽ നിന്ന് ഷറഫുദ്ദീൻ അന്നത്തെ സമയത്തിനകം എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. KKMA-യിൽ നിന്ന് ബഹുമാന്യനായ അബ്ദുൽ ഫത്താഹ് തയ്യിൽ, KAG-യിൽ നിന്ന് ഹുസൈൻ തുവൂർ ഒരു വഴിയിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും നമസ്കാരം കഴിഞ്ഞ ഉടനെ തിരിച്ചെത്തണമെന്ന് അറിയിക്കുന്നു. السلام عليكم. سيد سليمان عاشر. السلام عليكم. السلام عليكم. سيد سليمان ബൈക്ക് എടുക്കട്ടെ, ആരും എടുക്കാതെ അടുത്തതാണ്. ഇൻഷാല്ലാ ഇത് കഴിഞ്ഞാൽ ബഷീർ പട്ടേലത്തിന്റെ ലൈവ് ഉണ്ടാവുമല്ലോ, അതിൽ എന്തെങ്കിലും തൽക്കാലം റിക്കാർഡ് അല്ലെങ്കിൽ ചർച്ച വേണമെങ്കിൽ ചർച്ച നടക്കും തോന്നുന്നില്ല. കുറച്ച് നേരത്തേക്ക് റിക്കാർഡ് ഇടുക, ഇൻഷാല്ലാ. അതല്ല നല്ലത്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബിന് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആമീൻ. വളരെ ചടുലമായിട്ടുള്ള ആവേശത്തോടുകൂടെയുള്ള എന്നാൽ ശാന്തസുന്ദരമായ ഗാംഭീര്യമുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. വിവാഹ രംഗത്ത് ഇന്ന് സമൂഹത്തിലുള്ള ആഭാസങ്ങളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം തുറന്നു കാണിക്കുകയുണ്ടായി. വളരെ കഷ്ടമാണ്. വിവാഹത്തിന് ക്ഷണിച്ച് വരുത്തി കൈ കൊടുത്ത് സ്വീകരിച്ച് പുഞ്ചിരിച്ച് ഭക്ഷണ ഹാളിലേക്ക് തള്ളിവിട്ട് അവിടെ ഭക്ഷണം കൊടുക്കാൻ പ്ലേറ്റില്ല, ഭക്ഷണമില്ല, അങ്ങനെ പിന്നെ തിരിച്ചു പോകേണ്ടുന്ന ഒരു ഗതികേട്, അതല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന ഒരു പ്ലേറ്റിൽ അല്പം ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെയുള്ള എന്തിനാണ് ഇങ്ങനെയുള്ള കല്യാണങ്ങൾ നടത്തുന്നത് എന്നുള്ള തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ സമുദായത്തിൽ ഒരു ജിഹാദ് തന്നെ നടത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് കേരള ഇസ്ലാഹി ക്ലാസ് റൂം ISM-ന്റെ വരാനിരിക്കുന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത്തരം ചർച്ചകൾ, മദ്യമുക്ത കേരളം, അതുപോലെ തന്നെ വിവാഹ രംഗത്തെ ധൂർത്തും ആർഭാടവും, ഇത്തരം വിഷയങ്ങൾ അടക്കം ഗംഭീരമായ പിന്നെ ഒരു ചർച്ച എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നടക്കുന്ന ചർച്ചയല്ല ഉദ്ദേശിക്കുന്ന, മറിച്ച് നമ്മുടെ കേരളത്തിലെ സമുന്നതരായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഗൾഫിലും നാട്ടിലുമുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടികൾ ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. സംഘടിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ഇവിടെയുള്ള ഓരോ ആളുകളും നമ്മുടെ നാട്ടിലും വീട്ടിലും നമ്മുടെ പരിധിയിലൊക്കെ വരുന്ന കല്യാണങ്ങൾ നടക്കുമ്പോൾ അവിടെ നമ്മൾ ഉറക്കെ ശബ്ദിക്കണം, അത് ലളിതമാക്കണം, അത് ആഭാസങ്ങളുള്ളതാക്കരുത്, അത് ഒരു മുസൽമാന്റെ അന്തസ്സ് കെടുത്തുന്നതാക്കരുത്, അത് പിന്നെ പരസ്യമാക്കണം, ഇസ്ലാമിന്റെ തനതായ നന്മകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്നതായിരിക്കണം. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് ദോഷം വരുത്തുന്ന ഒരുപാട് പണം വെറുതെ പിന്നെ ദൂർത്തടിക്കുന്ന പൊങ്ങച്ചത്തിന്റെ ഒരു വ്യക്തിയായി ഒരിക്കലും വിവാഹത്തെ കണ്ടുകൂടാ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
അതിന്റെ അടിസ്ഥാന മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലയാണ്, തൗഹീദാണ്. അത് ജനങ്ങൾക്ക് ഇടയിൽ പ്രചരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരിക്കലും ഗുണകരമല്ലാത്ത സമുദായത്തിന്റെ പണം വെറുതെ അള്ളാഹുവിന്റെ ശാപവും കോപവും ശിക്ഷയും കിട്ടുന്ന മാർഗത്തിൽ ചെലവഴിക്കപ്പെടുന്ന അപകടകരമായ ദുരന്തപൂർണമായ ഒരവസ്ഥയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. മുമ്പ് പിന്നെ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ആദ്യകാലത്ത് തന്നെ നമുക്കറിയാം ഇത്തരം വിവാഹങ്ങൾ ലളിതമാക്കുവാനും വിവാഹ രംഗത്തുള്ള സ്ത്രീധനത്തിനും ധൂർത്തിനും പൊങ്ങച്ചത്തിനുമെതിരെയുള്ള പ്രത്യേകമായ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ISMന്റെ നേതൃത്വത്തിൽ ഫാമിലി കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു വിങ് തന്നെയുണ്ട്. മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലും നിലമ്പൂരിലും പാലക്കാട് ജില്ലയിലെ അലനല്ലൂരും അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗത്തും നമ്മൾ സമൂഹ വിവാഹങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അത് പോരാ, ഒന്നുകൂടെ ശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഈ വിഷയത്തിൽ നടത്തണം. ബോധവൽക്കരണങ്ങൾ ആവശ്യമാണ്. മുജാഹിദുകൾ തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് മാറേണ്ടതുണ്ട്. സ്വർണത്തോടും അതുപോലെ തന്നെ മറ്റുള്ള പൊങ്ങച്ചത്തോടുമുള്ള ആഭിമുഖ്യം, അതിനോടുള്ള മമത, അത് അനിവാര്യമായും നിർബന്ധമായും കുറച്ചേ മതിയാകൂ എന്നുള്ള ഒരു സന്ദേശം നമ്മൾ കൈമാറണം. പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഇന്നിപ്പോ 2 ലൈവാണ് ഒരേ സമയം വരുന്നത്. സാധാരണ ഈ സമയത്ത് നമുക്ക് ജിദ്ദയിൽ നിന്നുള്ള ലൈവാണ് ഉണ്ടാകാറുള്ളത്. ജിദ്ദയിൽ നിന്ന് ലൈവ് കൊടുക്കുന്ന സുഹൃത്ത് ക്ലാസ് റൂമിലുണ്ട്. അതോടൊപ്പം കുവൈത്തിൽ ഇപ്പൊ നമസ്കാരത്തിന്റെ സമയമാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മള് സാഹിബ് പറഞ്ഞ മാതിരി പിന്നെ ഈ ചാനൽ ചർച്ചകൾ അത് പബ്ലിസിറ്റി വേണ്ടി മാത്രമാണ്. കഴിയുന്ന അങ്ങനത്തെ ഈ ഓപ്പോസിറ്റ് ആൾക്കാരെ കൂടുതൽ വെച്ചിട്ട്, അതായത് പൊളിക്കാനുള്ള ആൾക്കാരെ കൂടുതൽ വെച്ചിട്ട്, പിന്നെ അതിന് അംഗീകരിക്കുന്ന ആൾക്കാരെ കുറഞ്ഞ ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ ചാനൽ ചർച്ച പാഴാക്കുകയാണ് ചെയ്യുന്നത്. കഴിയുന്നത് നമ്മൾ നേതാക്കന്മാരോട് നമുക്ക് പറയാം, അത്തരം ചർച്ചകളിൽ നമ്മൾ വിട്ടു നിൽക്കുക, ബഹിഷ്കരിക്കുക. ഇപ്പൊ മടവൂർ സാഹിബ് പറഞ്ഞ മാതിരി, മടവൂർ സാഹിബ് പറഞ്ഞ മാതിരി പിന്നെ ഈ ചർച്ച നമ്മൾക്ക് എന്താണ് നമ്മളെ ഫിഷിംഗ് പോയിന്റിലേക്ക് എത്തണം. ഇപ്പൊ എന്നോട് തന്നെ ഇപ്പൊ 10 മാസം മുമ്പ് എന്റെ മകന്റെ കല്യാണം, അതിന് ബഹുമാനപ്പെട്ട സാഹിബ് പങ്കെടുത്തിരുന്നു. അദ്ദേഹം തന്നെ വലിയൊരു നസീഹത്താണ്. അതായത് എങ്ങനെയാണത് പിന്നെ കഴിയുന്ന ആളെ കുറക്കണം. ഇപ്പൊ എന്റെ ഒറ്റൊരു മകനാണ്, അങ്ങനെ ഞാൻ പറഞ്ഞിങ്ങനെ കുറഞ്ഞ ആൾക്കാരെ വിളിച്ചിട്ടില്ല. എന്നാലും തന്നെ ഒരു വലിയ കുടുംബമായിട്ട് അത് കുറക്കാൻ പറ്റില്ല. പക്ഷെ കഴിയുന്നത്ര എന്നാലും കഴിയുന്ന ആൾക്കാരെ വന്ന ആൾക്കാരൊക്കെ സ്വീകരിക്കാനും പിന്നെ ഇസ്ലാമിക രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ പൊതുവായ ചർച്ച, നമ്മൾ ഓരോ പ്രവർത്തകരും വിവിധ സംഘടനകൾ നമ്മൾ ഇടപെട്ട് ഈ ചർച്ച, നമ്മൾ നേതാക്കന്മാരുടെ നസീഹത്ത്, അത് നമ്മൾ പുനരാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇൻഷാ അല്ലാഹ് മദ്യത്തിന്റെ ആകട്ടെ, വിവാഹത്തിന്റെ ആകട്ടെ, നമ്മുടെ സമുദായത്തിൽ ഇപ്പൊ ഒരുപാട് പറഞ്ഞതിലപ്പുറം ഒരുപാട് ദൂർത്തുകള് പിന്നെ വിവാഹത്തിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മള് പിന്നെ ലൈവ് പിന്നെ ഇപ്പൊ ബഷീർ പട്ടേത്താത്തിന്റെ ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുത്താൽ പോലെ എന്നുള്ളൊരു അപേക്ഷ ഇസായി ജിദ്ദയോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. കാരണം ഇത് എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ലൈവ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ഫോൺ വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. സോറി, ഇടയ്ക്കൊരു ഫോൺ വന്നതാണ്. പിന്നെ അപ്പോ എന്താണ് ഇനിയിപ്പോ അടുത്ത ഇപ്പൊ 5-10 മിനിറ്റ് അല്ലേ വേണ്ടുള്ളൂ നിസ്കാരത്തിലേക്ക്. ജിദ്ദയുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. അവരെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇതും പ്രധാനപ്പെട്ടാണ്. ഇത് നമുക്ക് ഒന്നും കിട്ടൂല. അതുകൊണ്ടൊരു അപേക്ഷയാണ്. ആ ലൈവ് കൂടി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുക എന്നൊരു അപേക്ഷയുള്ളൂ. ധാരോടും ഏതായാലും സൈസലും മൈക്കെടുക്കട്ടെ. അസ്സലാമു അലൈക്കും. ഓൽക്ക് ഈ ഇടയ്ക്ക് സുന്നത്തിനോട് കുറച്ച് സ്നേഹം കൂടിയതാണ്. അതിൽ ഒരു കാര്യപ്പെട്ട ഒരു മുജാഹിദ് പ്രസംഗകൻ ശബ്ദത്തിലാ വിളിച്ചു പറയുന്നത്,
അതെങ്ങാനും പ്രവാചകന്റെ മുടിയായിരുന്നുവെങ്കിൽ ശരിയായ സനദോടുകൂടി അത് പ്രവാചകന്റെ മുടിയാണെന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ മർക്കസുസ് സഖാഫത്ത് സുന്നിയയുടെ ക്യൂവിന്റെ മുമ്പിൽ ഒന്നാമത്തെ ആളായി ഞാൻ ഉണ്ടാകും. മുജാഹിദ് സ്റ്റേജിൽ നിന്ന് അത് പ്രസംഗിക്കണേ. ഓനുണ്ടാവും, നമ്മളുണ്ടാവില്ല. ആ പരനാളുണ്ടാവും, ഞങ്ങളുണ്ടാവില്ല. മുജാഹിദുകൾ ഉണ്ടാവില്ല, പരനോലുണ്ടാവില്ല. അതുണ്ടാവും, ഒരു സംശയമില്ല. ഓലുണ്ടാവും. അത് നേരത്തെ അവിടെ ഉദ്ഘാടകൻ പറഞ്ഞത് അതാണ്, ഓലുണ്ടാവും. ഇപ്പൊ പേടി അതുപോലെ അവിടെ നബിന്റെ മുടിയാണെങ്കിൽ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ കുരുത്തക്കേട് പറ്റുമെന്നുള്ള ബേജാർ ഉൾക്കുണ്ടാവും. മുജാഹിദുകൾക്ക് ആ പേടിയില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, വീടൊക്കെ പണി നടക്കുന്നിടത്ത് ഒരു 8-10 കൊല്ലല്ലായിട്ടുള്ളൂ. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് കെട്ടിടം ഉണ്ടാക്കണതിന്റെ മുമ്പിൽ ഫ്ലെക്സിബിൾ ബോർഡാക്കണം. എന്താണ്? കണ്ണേറ് പറ്റാതെക്കാനാണ്. കണ്ണേറ് പറ്റാതെക്കാൻ. അപ്പൊ പണി കഴിഞ്ഞാ പിന്നെ കണ്ണേറ് പറ്റൂലേ? പിന്നെ എന്തിനാ കഴിച്ചേക്കണേ? പിന്നെ ബാനർ കാണാനല്ല, പിന്നെ ഇതിന് കണ്ണേറ് പറ്റൂലേ? എവിടെ ഇനി കണ്ണേറിന്റെ ഹദീസ് ഈ കാലം വരെ അല്ലാഹു ഹഖ് എന്നുള്ളത് കുറെ കാലമായല്ലോ പുസ്തകത്തിൽ ഉണ്ടായിട്ട്. എന്തേ കാണാഞ്ഞ്? അങ്ങനെ പലതുണ്ട് ഹദീസില്. എല്ലാം പറഞ്ഞൂടെ നമുക്ക് ആളുകളോട്? എല്ലാം പറഞ്ഞൂടെ? നമ്മൾ എന്താ നിസ്കാരത്തിന് ശേഷം അള്ളാഹിനോട് പറയുന്നത്? അല്ലാഹുമ്മ ലാ മാനി ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തടഞ്ഞതിനെ തരാൻ ആർക്കും സാധ്യമല്ല, നീ തന്നതിനെ തടയാനും സാധ്യമല്ല, നിന്റെ വിധിയെ തടുക്കാൻ സാധ്യമല്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. പടച്ചവനെ, അധികാരം കൊണ്ടോ സാമ്പത്തിക ശേഷി കൊണ്ടോ മറ്റേതെങ്കിലും വിധത്തിലോ നിന്നെ സ്വാധീനിക്കാൻ ഒരാൾക്കും സാധ്യമല്ല തന്നെ. ഒരാളുടെ എടുത്ത് നടക്കൂല, നീ വിചാരിച്ചതേ നടക്കുള്ളൂ. ഇത് പറയുന്ന ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ അദൃശ്യമായ ഒരു സംഗതിയോ പേടിക്കൂല, ഒരു സംഗതിനെ പേടിക്കൂല. മുജാഹിദികൾ അങ്ങനെയാണ് വളർത്തിയിട്ട്. മുജാഹിദികളെ കണ്ണേറ് പറ്റും. ഒരു മാവുമൊക്കെ നോക്കിയിട്ട് എത്രങ്ങോരും മാങ്ങല കഴിച്ച് മാങ്ങ വീണാൽ ഈ ദുനിയാവിൽ മാവും മാവ് നടാൻ പറ്റും, ചക്ക നടാൻ പറ്റും. കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് എന്തോ ഒരു സൗന്ദര്യമുള്ള കുഞ്ഞ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വസൂരി വന്ന ഈ കുഞ്ഞുങ്ങൾ റസൂലുള്ളാഹിനെ നോക്കി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും. അപ്പോ ഹദീസില്ലേന്നാ? ഹദീസ് ഞാനാണ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സംഘടന വേണ്ടാന്ന് എന്നോട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കണം. ഹദീസാ ഞാൻ പറഞ്ഞത്, അൽബാനി സ്വഹിയാക്കി. ദുനിയാവിൽ ഭൂരിപക്ഷം ആളുകളും മരിക്കുന്നത് ബഅദ ഖലാഇല്ലാഹി വഖദരിഹി വകിതാബിഹി. ശരിക്ക് കേൾക്കണം. ഇതിലേറെ വലിയൊരു കുഫ്റിന്റെ മനുഷ്യൻ പറയാൻ നബിന്റെ പേരിൽ ഹദീസ് വന്നത്. ഭൂരിപക്ഷം ആളുകളും ദുനിയാവിൽ മരിക്കുന്നത് അക്സറു മിൻ ഉമ്മത്തി യമുതു ബഅദ ഖലാഇല്ലാഹി വഖദരിഹി വകിതാബിഹി. അല്ലാഹുവിന്റെ വിധിക്കും ഖദറിനും ശേഷം ഭൂരിപക്ഷം ആളുകളും മരിക്കുന്നത് ബിൽ ഐനി, കണ്ണേറ് പറ്റിയിട്ടാണ്. അപ്പൊ ഈ കണ്ണേറ് അള്ളാന്റെ ഖദറിന്റെ പുറത്താട്ടോ. അള്ളാന്റെ ഖലാഇനൊന്നും കണ്ണേറിന് തടുക്കാൻ കഴിയൂല. ഖലാഇനെ കടന്ന ആളുകളെ മരിപ്പിച്ചു. ചോദിച്ചു ഈ സംഘടന ഇല്ലാന്നുള്ളവരോട്, ഈ പറഞ്ഞ ഹദീസ് ശരിയാണോ? അൽബാനിയുടെ കിതാബിൽ സിൽസിലയിലുള്ളതാണ്. പറയട്ടെ, അള്ളാഹ് ഇത് വിശ്വസിക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താ? ഹദീസില്ലേ? ഹദീസാണ്, അൽബാനി സ്വഹീഹാക്കിയതാണ്. എന്താ ഈ ഹദീസ് പറയത്തൊപ്പം ഇത് പറയണല്ലോ? പറയട്ടെ. എന്നിട്ടത് ഈമാൻ കാര്യത്തിന് ബന്ധപ്പെടുത്തട്ടെ. അല്ലാഹു ഹഖ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഇതും പറയണ്ടേ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ ആ വിഷയം പറ്റി പറയാൻ ഉദ്ദേശിക്കില്ല. ഇപ്പോ ഈ മുടി ഒറിജിനൽ ആണെങ്കിൽ ഞങ്ങളുണ്ടാവും ബക്കത്തെടുക്കാൻ. ഞങ്ങളെ തന്നെ ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. യഥാർത്ഥ മുജാഹിദികൾ അതിന്റെ പിന്നാലെ പോവില്ല. അതിനാ ഈ കണ്ട സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞു, ഇതൊക്കെ ഇവർക്ക് അറിയുന്നതാണ്. ഇപ്പൊ ഖുർആനല്ല വില. ഹദീസ് അൽബാനി സ്വഹീഹാക്കിയ ഹദീസ് എത്ര സഹോദരന്മാരെ, നമ്മുടെ വീട്ടിലെ പ്രസവം നടന്ന കുട്ടിയാണെങ്കിൽ കൊണ്ടുപോയിട്ട് അതിന് സുന്നത്തേച്ചു.
പറ്റൂലേ? സുന്നത്താണ്, പേരെന്ന സുന്നത്താണ്. അത് ഇസ്ലാമിൽ ഒരു മാതൃകയാണ്. അൽബാനി സ്വഹീഹാക്കിയിട്ടില്ലേ പെണ്ണുങ്ങൾക്കും കഴിച്ചണം എന്നിട്ട്? എന്താ കൊണ്ടുപോകാത്ത? ആണുങ്ങൾക്ക് സുന്നത്ത് ചെയ്യാൻ പെടുത്തണ പെണ്ണുങ്ങൾക്ക് നടത്തട്ടെ, നടത്തട്ടെ. ഇവര് ഈ പറഞ്ഞ ഹദീസൊക്കെ ഓലിന്റെ വായിച്ചാൽ എന്നിട്ട് ഓല് മാതൃക കാണിക്കണം. സുന്നത്തേക്ക് താഴ്മ മാത്രം കൂടാൻ പറ്റൂല, ഹദീസ് എല്ലാം സ്വീകരിക്കണം. അവനാണ് സ്വീകരിക്കാതെക്കാൻ പറ്റൂല. ഇപ്പൊ പേടിയാ, നേരത്തെ പറഞ്ഞ ഭയങ്കര. ഇപ്പോ എനിക്കിത് ഇങ്ങനെ പറയുന്നതിൽ ലജ്ജുണ്ട്. ഒരു സമ്മേളനത്തിന് ആളുകൾ പോവുക, എറണാകുളം ഭാഗത്തേക്ക് സമ്മേളനത്തിനുള്ളിലുള്ള ഒരാൾക്ക് ഛർദി വന്നു. അപ്പൊ ഛർദി വന്നയാൾ ഛർദിച്ചപ്പോ ഒരു മാംസത്തിന്റെ തുണ്ട് പുറത്തേക്ക് ദഹിക്കാതെ കിടക്കുന്നത് പുറത്തേക്ക് കളയാന്നുള്ളത് ശരീരത്തിന്റെ പ്രത്യേകം. ഒന്നില് പിന്നിലൂടെ അല്ലെങ്കിൽ പിന്നിലൂടെ സംഗതി പുറത്തു പോകും. ഇത് പുറത്തേക്ക് ഛർദിച്ച് വന്നപ്പോ മുമ്പ് യഥാർത്ഥ പുരുഷനായിരുന്ന കാലത്ത് എന്താ ചെയ്യാ? ഒരു കീസ് എടുത്തു കൊടുക്കും. കീസിക്ക് ഛർദിച്ചോ മെഡിക്കൽ ഷോപ്പ് കാണും, അവിടുന്ന് ഒരു ഗുളിക വാങ്ങിയിട്ട് അതിന് ശമനം വരുത്താനുള്ള ഗുളിക വാങ്ങിക്കൊടുക്കും. ഇതിന് തീരുമാനം ഉണ്ടായിരുന്നറിയോ? ആരോ ചെയ്തതാണ്, അതുകൊണ്ട് ദ്വാരനോട് എല്ലാരും കൂടി പോണി ശിഫയാകാനാണ്. ഏതാ ബസ് അറിയാം? മുജാഹിദ് സമ്മേളനത്തിൽ പോണ ബസ്സാ. സുന്നി സമ്മേളനത്തിൽ പോണ ബസ്സിനൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരാളെ ഛർദിച്ചാൽ വേഗം മെഡിക്കൽ ഷോപ്പിന് മുമ്പിൽ വണ്ടി എടുക്കാണ്ട് ഗുളിക വാങ്ങിയാണ്ട് ഇത് നമ്മൾ പഠിപ്പിച്ചതാവല്ലേ? ഇത് നമ്മൾ പഠിപ്പിച്ചതാ. ആ പഠിപ്പിച്ച ആളുകൾ നേരെ 60 കൊല്ലല്ല ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന രീതിക്ക് കാര്യങ്ങൾ മാറി. അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുട്ടിനെ നോക്കിയിട്ട് എന്തേലും പറഞ്ഞാൽ കുട്ടിക്ക് ഫലിക്കും. മറ്റേ കെട്ടിടത്തിനെ നോക്കി പറഞ്ഞാൽ കെട്ടിടം പൊളിഞ്ഞാടും. ഒരു കച്ചവടത്തിനെ നോക്കി പറഞ്ഞാൽ കച്ചവടം ഇല്ലാതെയാകും. അയൽപക്കത്തെ പശുവിനെ നോക്കിയിട്ട് പറഞ്ഞാൽ പശുവിന്റെ പാല് വറ്റിപ്പോകും. ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുമോ? ആരുടേതായി സ്വഭാവം? അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, അല്ലദീന യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, ജൂതന്മാരുടെയും നസ്രാക്കളുടെയും വിശ്വാസങ്ങളിൽ പെട്ടതാണ് യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. സിഹറിലും പൈശാചിക ബാധയിലും വിശ്വസിക്കൽ ഓരോ സ്വഭാവമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയാ, യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. ജിബ്ത് എന്നുള്ളതിന് 99% മുഫസ്സിറുകൾ സിഹർ എന്ന അർത്ഥം കൊടുത്തല്ലേ. ശരിക്കും ആലോചിക്കണം നമ്മൾ. ആ ഒരു അവസ്ഥയിൽ മുസ്ലിങ്ങൾ മുജാഹിദുകളിൽ നിന്നൊരു ടീം മാറുകയാണ്. ഇത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, അവരോട് സഹായം ചോദിക്കരുത്, അല്ലാത്തവരോട് സഹായം ചോദിക്കരുത് എന്ന് ഒരു നൂറ്റാണ്ടോളം കാലമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നൂറുകണക്കിന് ആയത്തുകളോതി. എന്നിട്ട് ആ ആയത്തുകൾ പഠിച്ച് നമ്മൾ ആളുകളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സഹോദരങ്ങളെ, അത് മാത്രം ആരാധിച്ച് ജീവിച്ച മഹാത്മാവ നബിയാണ്. ആ ആദമിന്റെ കുട്ടികൾ പേരക്കുട്ടികൾ വഴിപടച്ചപ്പോഴാണ് അവനെ അള്ളാഹു കൊണ്ടുവന്നത്. നൂഹ് നബി പ്രബോധനം ചെയ്ത സമൂഹാരാരിയോ? ആദമിന്റെ പേരക്കുട്ടികളാ. വേറൊരു കൗമല്ല. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ തേടുക തന്നെ ചെയ്യും. ഇന്നഹു കാന ബി ഹഫിയ. എന്റെ റബ്ബ് എന്നോട് അങ്ങേയറ്റം ദയാലുവാണ്, ദയാപരനാണ്. വഅഅ്തസിലുക്കും. ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാണ്. വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്. നിങ്ങൾ അല്ലാഹു അല്ലാതെ എന്തൊക്കെ വ്യക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവയെ മുഴുവനും ഞാൻ വിട്ടേച്ചു പോവുകയാണ്. എനിക്ക് വഅദ്ഉ റബ്ബി, എന്റെ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ. എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിൽ എനിക്കൊരിക്കലും ദൗർഭാഗ്യവാനാകേണ്ടി വരില്ല എന്ന ഒരു വലിയ സംസാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിന്റെ മുൻപാകെ ഇട്ടുകൊടുത്തുകൊണ്ട് തിരിഞ്ഞു നടക്കുന്ന ആ പോക്ക് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുൻപാകെ ആവിഷ്കരിക്കുന്നു.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് ഇല്ലാത്ത ഒരു പാഠം ഉസ്വത്തുൽ ഹസനത്ത് ഉണ്ട് എന്ന് ഖുർആൻ പറയുകയും എന്നാൽ ഈ കാര്യത്തിൽ ഒഴികെ നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിൽ മാതൃകയുണ്ട് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാര്യത്തിലൊഴികെ, അഥവാ എന്റെ പിതാവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടുക തന്നെ ചെയ്യും, സലാമുൻ അലൈക്ക്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്ന് പരിശുദ്ധ ഖുർആൻ അക്കാര്യം നമ്മളെ കേൾപ്പിച്ചു. ഇബ്രാഹിം നബിയുടെ ജീവിത രീതിയിൽ മുഴുവനും നമുക്ക് മാതൃകയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇല്ലാ ഖൗല ഇബ്രാഹിം, ഇബ്രാഹിം നബി പറഞ്ഞ ഒരു വാക്കിൽ ഒഴികെ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് പറഞ്ഞു. ആ മാതൃക മറ്റൊന്നുമല്ല. ആ മാതൃക പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിന് വേണ്ടിക്കൊണ്ട് ഇസ്തിഗ്ഫാർ തേടും എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇബ്രാഹിം നബിയുടെ വാക്കിലാകുന്നു മാതൃകയില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം പറഞ്ഞു, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലിഅബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ് തബറഅ മിൻഹു ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. അതിൽ മാതൃകയില്ലെന്ന് ഖുർആൻ പറയുകയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ മാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തിട്ടുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നു. വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലിഅബീഹി, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയത് ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാ, തന്റെ പിതാവിനോട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിന്റെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതോടുകൂടി തബറഅ മിൻഹു, ആ വാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാം ക്ഷമിക്കാനും ഖേദത്തോടുകൂടി കാര്യങ്ങൾ അള്ളാഹുവോട് ഏറ്റുപറയാനും കഴിവുള്ള നല്ല ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അതിന് കഴിഞ്ഞു. അപ്പോൾ അതിൽ മാതൃകയില്ല, ഇല്ലാ ഖൗല ഇബ്രാഹിം, അതിൽ മാതൃകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലാത്ത പക്ഷം ഏത് കുടുംബത്തിൽപ്പെട്ട ആരാണെങ്കിലും, പിതാവാകട്ടെ മാതാവാകട്ടെ, അവരോട് തന്മയത്വത്തോടു കൂടി തൗഹീദിന്റെ ശബ്ദം എത്തിച്ചു കൊടുക്കാൻ, ആ പ്രകാശത്തിലേക്ക് അവരെ ക്ഷണിക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യത. ആ ബാധ്യത നിർവഹിക്കാത്ത പക്ഷം നമ്മൾ വലിയ കുറ്റക്കാർ. ബാധ്യത നിർവഹിച്ചിട്ടും അവർ ശിർക്കിന്റെ മാർഗത്തിലൂടെ മരിച്ചു പോവുകയാണ് എങ്കിൽ അവർക്ക് ഇസ്തിഗ്ഫാർ തേടാനുള്ള അനുവാദം ശിർക്ക് ചെയ്തവരാണ് എന്ന വ്യക്തമായ ഉറപ്പുണ്ടെങ്കിൽ, ശിർക്കാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന വ്യക്തമായ ഉറപ്പുണ്ട് എങ്കിൽ അവർക്ക് ഇസ്തിഗ്ഫാർ തേടാനുള്ള അനുവാദം പരിശുദ്ധ ഖുർആൻ നൽകുന്നില്ല എന്നുള്ള ഒരു വലിയ പാഠം കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം, നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മളിൽ നിന്ന് വേർപെട്ടു പോയവരായ നമുക്ക് വേണ്ടപ്പെട്ടവർ ശിർക്ക് ചെയ്യാതെയാണ് നാഥ മരണപ്പെട്ടു പോയിട്ടുള്ളത് എങ്കിൽ അവർക്ക് അതല്ലാത്ത തെറ്റുകളും കുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറ്റൊരു പാഠം, അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം അദ്ദേഹത്തിന്റെ സമുദായവുമായി കൊണ്ടുള്ളതാകുന്നു. സമൂഹത്തിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. സമൂഹത്തിന്റെ പരിതാപകരമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ആ സമൂഹത്തിന്റെ ഗതിവിഗതികൾ കൃത്യമായി മനസ്സിലാക്കിയ, അവരുടെ വിശ്വാസപരമായ അബദ്ധങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമുദായത്തെ സമുദ്ധരിക്കാനും സമുദായത്തിന്റെ നേർക്ക് നവോത്ഥാനത്തിന്റെ മാറ്റൊലി അവർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ശ്രമിച്ച ശ്രമങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങൾ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ഒരു വിഭാഗമായിരുന്നല്ലോ. നമുക്കറിയാമത്, നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ആ ആളുകളോട് ആ ഓരോ നക്ഷത്രങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അതാണ് എന്റെ ദൈവം എന്ന് പറയുകയും അത് മാഞ്ഞു പോകുമ്പോൾ അതിനെ ആരാധിക്കാൻ കൊള്ളില്ലെന്ന് ബോധ്യപ്പെടുത്തുകയും പിന്നീട് ചന്ദ്രൻ കടന്നു വരുമ്പോൾ ഇത് കുറച്ചുകൂടി പ്രഭയുള്ളതാണല്ലോ
ഇതാകുന്നു എന്റെ ദൈവം എന്ന് പറയുകയും അതും പ്രകാശം കെട്ടുപോകുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അതിനെയും ഇങ്ങനെ പ്രകാശം ഇല്ലാതെയായി പോകുന്നതിനെ എങ്ങനെ ദൈവമാക്കാനും ആരാധിക്കാനും കഴിയും എന്ന ചോദ്യം ചോദിക്കുന്നു. വീണ്ടും സൂര്യൻ വരുമ്പോൾ ഇതിന് നല്ല പ്രകാശമുണ്ടല്ലോ, ഇത് സ്വയം പ്രകാശിക്കുന്നതാണല്ലോ, ഇത് കുറച്ചുകൂടി വലുതാണല്ലോ, ഇതായിരിക്കട്ടെ എന്റെ ദൈവം എന്ന് പറയുന്നു. അതും അസ്തമിക്കുമ്പോൾ, അതും കൺമുൻപിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ അസ്തമിച്ചു പോകുന്നതിനെ ഞാനെങ്ങനെ ദൈവമാക്കും എന്ന ഒരു തിരിച്ചറിവ് കൃത്യമായ അനുഭവത്തിലൂടെ വളരെ ശക്തമായ പ്രബോധന മാർഗത്തിൽ ശൈലികൾ സ്വീകരിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിൽ ഇടപെടുന്നുണ്ട്. അതൊരു ഹിക്മത്താണ്. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിഗ്രഹ ആരാധകരായ ജനങ്ങളുടെ മുൻപാകെ കടന്നു വന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഉയർത്തിവിട്ട ഒരു ചോദ്യം, ഹൽ യസ്മഊനകും ഇത്തദഊൻ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ വിഗ്രഹങ്ങൾക്ക് കേൾക്കാൻ കഴിയോ? ഔ യൻഫഊനകും ഔ യദുറൂൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയുമോ ഇവക്ക്? നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുമോ ഇവക്ക്? ഖാലൂ ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. എക്കാലഘട്ടത്തിലും ഇക്കാലഘട്ടത്തും ശിർക്കിന്റെ അഹ്ലുകാർ പറയുന്ന ഒരേ ഒരു മറുപടി, അത് മാത്രമേ അന്നും അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ, എന്നും ശിർക്കിന്റെ അഹ്ലുകാർ അതേ പറഞ്ഞിട്ടുമുള്ളൂ. ഖാലു, അവര് പറഞ്ഞു, ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ, ഞങ്ങളുടെ ഉപ്പമാരൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ആ മാർഗം വിട്ടിട്ട് വേറെ ഒരു മാർഗം ഞങ്ങൾക്ക് വേണ്ട എന്ന ഒരു തീരുമാനമായിരുന്നു ആ ആളുകൾക്ക് പറയാനുണ്ടായിരുന്നത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീട് ആ സമൂഹത്തിന് നേർക്ക് ഒട്ടേറെ പ്രബോധന പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായി നിർവഹിക്കുകയും ആ പ്രബോധന പ്രവർത്തനങ്ങളുടെ മുൻപാകെ അദ്ദേഹത്തിന് സ്വീകാര്യത കിട്ടുന്നില്ലെന്ന് കേൾക്കാൻ വേണ്ടി കൊണ്ടൊരുങ്ങുകയും ഒരു വിഗ്രഹധ്വംസത്തിന് വേണ്ടിക്കൊണ്ട് പാഠം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വിഗ്രഹങ്ങളെ മുഴുവനും തച്ചുടക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നില്ല ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നത്. മറിച്ച് സമൂഹത്തിന്റെ മുൻപാകെ പാഠം പഠിപ്പിക്കാൻ, അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മറ്റൊരു മാർഗം ഇല്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ വലിയ വിഗ്രഹത്തെ അവിടെ നിർത്തുകയും ബാക്കിയുള്ള വിഗ്രഹങ്ങളെ മുഴുവനും തച്ചുടക്കുകയും ചെയ്യുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഇങ്ങനെ സ്വീകരിക്കണമെന്നല്ല, മറിച്ച് വിഗ്രഹ ആരാധനയുടെയും ഖബർ പൂജയുടെയും ഖബറാരാധനയുടെയും അല്ലാഹുവല്ലാത്തവരെ വിട്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആ ആദർശപരമായ രാഹിത്യത്തിന്റെ അപകടം എത്രമാത്രമാണ് എന്ന് സമൂഹത്തോട് വിളിച്ചു പറയാൻ നമുക്ക് എന്തൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അത് ഏറ്റവും നല്ല ശൈലിയോടുകൂടി, ഹിക്മത്തോടുകൂടി, മൗഇദത്തുൻ ഹസനത്തോടുകൂടി നമ്മൾക്ക് എങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ആ രംഗത്ത് മാതൃകയാക്കാൻ പറ്റുമോ അതിൽ നമുക്ക് പാഠമുണ്ട്. ആ മാർഗത്തെ വെറുത്താൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗം വെറുത്തവനാകും. ആ മാതൃക ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളായി തീരാതെ പോകും. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിമിന്റെ മാർഗം ഫോളോ ചെയ്യുക, ഇത്തിബാഅ് ചെയ്യുക എന്നാണ്. നമ്മളെങ്ങാനും ആ മാർഗം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ വരാൻ പോകുന്ന ദുരിതം എന്തായിരിക്കും? നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർഗത്തെ പോലും സ്വീകരിക്കാത്തവരും എതിർത്തവരും അത് വേണ്ടെന്ന് വെച്ചവരും ആണ് എന്ന വലിയ ഒരു അപകടം നമ്മുടെ കാര്യത്തിൽ കടന്നു വരികയും ചെയ്യും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയനായ ബഹുമാനപ്പെട്ട ബഷീർ പട്ടേൽ താഴം, കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷന്റെ പ്രസിഡന്റ് ബഹുമാന്യനായ അബ്ദുൽ ഫത്താഹ് തയ്യിബ്, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, മദ്യമുക്ത കേരളവും വിവാഹ ധൂർത്തും എന്നുള്ള വിഷയത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് കാലികമായ നമുക്കറിയാവുന്ന
നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പുരോഗതികളെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂരിന്റെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്നാണ് ഊഹിക്കുന്നത്. മുസ്ലിം സമൂഹത്തിൽ ചെറിയ ചെറിയ കൊച്ചു സംഘങ്ങളുടെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ നിരന്തരമായി ഉണ്ടായിരുന്ന വിഷയമായിരുന്നു വിവാഹത്തിലെ ധൂർത്തും അതേപോലെ തന്നെ മദ്യം എന്ന് പറയുന്ന വിപത്തിനെതിരായി കൊണ്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളുമൊക്കെ. ഇന്ന് സമൂഹത്തിലെ തന്നെ മുസ്ലിം സമൂഹത്തിലെ തന്നെ രാഷ്ട്രീയ ഗതി നിർണയിക്കുന്ന മുസ്ലിം ലീഗ് കൃത്യമായ പ്രമേയം പാസാക്കുകയും കേരള ഗവൺമെന്റ് തന്നെ മദ്യവിഭാടനത്തിനു വേണ്ടിയുള്ള ഘട്ടഘട്ടമായ ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ഒരു സമകാലിക പുരോഗതി ഈ രണ്ട് വിഷയങ്ങളിലും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ വളരെ സന്തോഷമാണ് നമുക്കുള്ളത്. പക്ഷേ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഉള്ളതുപോലെ ദോഷൈക ദൃക്കുകളുടെ ഒരു പാരമണി കൊണ്ട് സമൂഹത്തിന് ആവശ്യമായ കാലഘട്ടം തേടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പുരോഗതികളെ പിന്നോട്ടടിക്കുവാൻ സമ്മതിച്ചുകൂടാ എന്ന് ഒരു കൊച്ചു ശബ്ദമാണ് എന്നുണ്ടെങ്കിലും ഉറക്കെ പറയുവാൻ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഈ സന്ദർഭം അതിനുവേണ്ടി വിനിയോഗിച്ചിരിക്കുകയാണ്. വിവാഹത്തിലെ ധൂർത്തിനെ സംബന്ധിച്ച് നിരന്തരമായ പ്രബോധന പരിപാടികൾ മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ വിവിധ തുറകളിലായി നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതിന് പ്രത്യേകമായ മാനദണ്ഡങ്ങൾ തന്നെ വെച്ചുകൊണ്ട് വിവാഹ ചടങ്ങുകൾ ലളിതമാക്കുകയും വിവാഹത്തിന്റെ മുമ്പും പിമ്പുമുള്ള ചടങ്ങുകൾ ലളിതമാക്കുകയും ചടങ്ങുകളെ പരമാവധി കുറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വിവാഹിതരായിട്ടുള്ള ആയിരക്കണക്കിന് യുവാക്കൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്നുമുണ്ട്, ഇപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് സമൂഹത്തിനൊരു മാതൃകയായി വരണമെന്നുണ്ടെങ്കിൽ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ബഹുഭൂരിഭാഗം ആളുകളിൽ നിന്നും കൃത്യമായ ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടാവുകയും സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തുകയും ഈ ചെയ്യുന്നത് ഒരു മോശമാണ് എന്നുള്ള നിലയിലേക്ക് സംസ്കാരത്തെ കൊണ്ടുവരികയും ചെയ്യേണ്ടുന്നത് എന്നോ ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് ഇപ്പോ അതിന് വളരെ പ്രചാരം ലഭിച്ചുകൊണ്ടുവരികയാണ്. ഇനി സമൂഹത്തിലുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾ സമൂഹത്തിലെ സംഘടനകളെ ഘടകങ്ങളായി കണ്ടാൽ മതി. ഒറ്റക്കെട്ടായിക്കൊണ്ട്
തദനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കേരളക്കരയിൽ മാതൃകാപരമായ ഒരു വിപ്ലവം ഈ വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യമാകും എന്നുള്ളതിൽ സംശയമേതുമില്ല. മദ്യത്തെ സംബന്ധിച്ച്, മദ്യമുക്ത കേരളം എന്നുള്ള സ്വപ്നത്തെ സംബന്ധിച്ച്, അതിലേക്കുള്ള ചുവടുവെപ്പുകളെ സംബന്ധിച്ച്, ഇസ്ലാം അതിനെ നോക്കിക്കാണുന്ന വീക്ഷണകോണുകളെ സംബന്ധിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് സമാപന പ്രഭാഷണത്തിൽ ബഹുമാന്യനായ ബഷീർ പട്ടേൽ താഴം സംസാരിക്കാനിരിക്കുകയാണ്. നമുക്ക് ഇത്രയാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇപ്പോ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു നവ സംസ്കാരം ഉണ്ടാവണം എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും കേരളത്തിലെ മതസംഘടനകളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് എന്നുണ്ടെങ്കിലും ഇപ്പൊ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ നവജാഗരണത്തിനു വേണ്ടിയുള്ള ഈ നല്ല ശ്രമങ്ങളെ എല്ലാ നിലക്കും പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് തുടക്കം ഇടുന്നത്. അതുകൊണ്ട് ആരെയും ഇതിനെ എതിർത്ത് പറയാൻ അനുവദിക്കാതിരിക്കുക എന്നത് സംഘടനയിലെ ഓരോ ആളുകളുടെയും ബാധ്യതയാണ്. പരസ്പരം നമ്മൾ ആരെയും പഴിചാരുകയോ ഇന്ന ആളുകൾ ദൂർത്തിൽ മികച്ചു നിൽക്കുന്ന ആളുകളായിരുന്നു, ഇന്ന ആളുകൾക്ക് അത് ഒഴിവാക്കാൻ സാധ്യമാവുകയില്ല, ഞങ്ങളത് എന്നോ ഒഴിവാക്കിയവരാണ് എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങളല്ല ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കഴിഞ്ഞുപോയതിനെ എല്ലാം മറന്നുകൊണ്ട് വരാനിരിക്കുന്ന ഒരു നവസംസ്കാരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ എല്ലാ സംഘടനകളിൽ നിന്നും, മുസ്ലിം സമൂഹത്തിലുള്ള എല്ലാ സംഘടനകളിൽ നിന്നും ഇത്തരത്തിൽ പൊതുവായി മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകേണ്ടുന്ന പൊതു സംസ്കാരത്തിൽ ഒന്നിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ സാംസ്കാരിക ക്രമം മുസ്ലിം സംഘടനകളിൽ നിന്ന് എല്ലാ നിലക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഉണ്ടായിരിക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. അതല്ലെങ്കിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പോഷക ഘടകമായ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ എന്നുള്ളത് കൂടി കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇവിടെ ഇതില് സഹകരിക്കുകയും ഇതിനുവേണ്ടി വരികയും ചെയ്ത ആളുകൾക്ക് വളരെ കുറഞ്ഞ ഒരു ഷോർട്ട് നോട്ടീസ് കൊണ്ട് തന്നെ ഇവിടെ ഇതിൽ വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വിഷയവുമായി സംസാരിക്കുന്നതിന് വേണ്ടി, ആശംസകൾ നേരുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ KKMA പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് തയ്യിൽ അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ആദരണീയനായ അധ്യക്ഷൻ മുഹമ്മദ് അരീഫ, യുവ പ്രാസംഗികൻ ബഷീർ പട്ടേൽ താഴം, ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഈയൊരു പരിപാടിയുടെ ശ്രവിക്കുവാനെത്തിയിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മദ്യമുക്ത കേരളവും കേരളത്തിലെ വിവാഹാധൂർത്തിനെ കുറിച്ചുമാണ് ഇവിടെ
ഈ ഒരു പരിപാടി ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ വളരെ കാലികമായ ഈ ഒരു വിഷയത്തെ സമൂഹത്തിലേക്ക് അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി എത്തിക്കുന്നതിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സംരംഭത്തിന്, ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയൊരു ബഹുജന സംഗമം സംഘടിപ്പിച്ചതിൽ ആദ്യമായി അവരെ അഭിനന്ദിക്കുക. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വളരെയേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന, വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് വിഷയമാണ് മദ്യവും മുസ്ലിം സമൂഹങ്ങൾക്കിടയിലുള്ള ഒരു വിവാഹ ധൂർത്തും. ഈ ഒരു സംരംഭം ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും അത് വിവാഹധൂർത്തിനെതിരെ പ്രമേയം പാസാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മതസംഘടനകളും ഈ ഒരു പ്രമേയം അനിവാര്യമാണ് എന്ന് ഉള്ള ആ ഒരു സംഗതി ഏറ്റെടുത്തുകൊണ്ട് തന്നെ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരുടെ മാധ്യമങ്ങൾ മുഖേന നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രസ്ഥാനങ്ങൾ വഴി നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളും നാം കാണുന്നു. ഈ ഒരു വിഷയത്തിലേക്ക്, അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് സംഘടനകൾ വന്നു ചേർന്നിട്ടുള്ള ഇതിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. കാരണം കുറേ വർഷങ്ങളായി പലപ്പോഴും സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ മത സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരോടും സ്വകാര്യ സംഭാഷണങ്ങളിൽ പലപ്പോഴും സംവദിച്ചിരുന്ന ഒരു വിഷയമാണ് നമ്മുടെ വിവാഹ ധൂർത്ത്. ധൂർത്ത് എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും അതിനെ അനിസ്ലാമികമായ ഒരു വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ എന്തുകൊണ്ട് നമ്മുടെ സംഘടനകൾക്ക് സാധിക്കുന്നില്ല എന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ പ്രായോഗികത എത്രമാത്രമാണ് മതസംഘടനകൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ സംശയം ഇപ്പോഴും ബാക്കിയുണ്ട്. കാരണം കേരളത്തിലെ ഒട്ടുമിക്ക മഹല്ലുകളും സംഘടിത മതസംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സംഘടിത ശക്തി ഒരു സമൂഹത്തിന്റെ നന്മക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ആ സംഘടിത ശക്തി അവരുടെ മഹല്ലുകളിൽ കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ, വിഷയത്തെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഇതെന്നോ വിഭാടനം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തന്നെ. കാരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഞാൻ ചിന്തിച്ച ഒരു സംഗതി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് പണ്ട് കേട്ടിരുന്ന ഒരു കല്യാണം എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലുള്ള കല്യാണമായിരുന്നു. രാത്രിയിൽ പോവുകയും ആ ഒരു ചെറിയ ഭക്ഷണം കഴിക്കുകയും കുടുംബസമേതം ഒത്തിരുന്ന ഒരു സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന കല്യാണമായിരുന്നു. പിന്നീട് പകൽ ദിവസങ്ങളിലേക്ക് മാറിയപ്പോൾ രാത്രിയും പകലും എന്നുള്ള രണ്ട് കല്യാണങ്ങളായി മാറുകയും പിന്നീട് അത് 2 ദിവസങ്ങളിലേക്ക് പോവുകയും വിഭവങ്ങളുടെ എണ്ണം കൂടുകയും അത് വല്ലാത്തൊരു തലത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ആ തുടക്കകാലങ്ങളിൽ സംഘബോധം വളരെ ചെറിയ രീതിയിലായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ടും ഇത്തരത്തിലുള്ള ധൂർത്തുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും പറയുന്നത്, എൻ്റെ സംഘമായിരുന്നാലും മറിച്ചുള്ള ഏത് സംഘമായിരുന്നാലും എല്ലാ സംഘങ്ങളും നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നന്മ പ്രചരിപ്പിക്കുകയും ആ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ വളരെ കൃത്യമായി സമൂഹത്തിലെത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴും എന്തുകൊണ്ട് ഈ ഒരു മൂല്യശോഷണം സംഭവിക്കുന്നു? നമ്മുടെ എവിടെയാണ് നമുക്ക് വന്ന അപാകതകളെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ ശുശ്രൂഷയ്ക്ക് ഒരു ഫലമുണ്ടാവുകയുള്ളൂ.
അല്ലെങ്കിൽ നാം ട്രീറ്റ് ചെയ്യുന്നത് വെറുതെ ഒരു വാചാടോപ്പം മാത്രമായിരിക്കും, അല്ലെങ്കിൽ വൃഥാ സംസാരിച്ചു പോകുന്ന ഒരു വിഷയം മാത്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് എത്രമാത്രം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം അതിന്റെ റൂട്ടിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കില്ല. നാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ ആദർശങ്ങളാണ്, നാം പഠിപ്പിക്കുന്നത് ഖുർആനിന്റെ വചനങ്ങളാണ്, നാം പഠിപ്പിക്കുന്നത് തിരുസുന്നത്തുകളാണ്. എന്തുകൊണ്ട് റിവേഴ്സായി അതിന്റെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലേക്ക് നാന്മിക പ്രവർത്തനങ്ങൾ നടക്കേണ്ടതിന് പകരം എന്തുകൊണ്ട് ധൂർത്തിലേക്കും അധാർമികമായിട്ടുള്ള അസാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും ഈ സമൂഹം എത്തിച്ചേരുന്നു എന്നുള്ളത് നമുക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിത സമൂഹവും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ അവരും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ട് നാം ഇങ്ങനെ പോകുന്നു എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ റൂട്ടിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയും ആ റൂട്ടിൽ നമുക്കതിന്റെ വേരിൽ പിടിച്ചുകൊണ്ട് അത് അവിടെ നിന്ന് ഇല്ലാതാക്കുവാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇപ്പോഴും ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പണമുള്ളവൻ അവൻ നടത്തുന്ന ആഘോഷങ്ങളിൽ അന്ന് ഒരു ചെറിയൊരു മയപ്പെടുത്തലൊക്കെ നാം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, മറിച്ച് അവൻ നടത്തിയാലും ഇവൻ നടത്തിയാലും ഈ സമൂഹത്തിൽ പൗരത്വം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന, രണ്ടു തരം മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്ന ഈ ഒരു സൃഷ്ടി നമുക്കുണ്ടായിക്കൂടാ. എങ്കിൽ മാത്രമേ ഈ ധൂർത്ത് അല്ലെങ്കിൽ ഇത് അധാർമികമായിട്ടുള്ള പ്രവർത്തനം മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു വിഭാഗം നടത്തും. എന്തുകൊണ്ട് നമുക്കത് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന് നമ്മുടെ മുസ്ലിം പണ്ഡിത സമൂഹം മുഴുവനും അവരുടെ കീഴിലുള്ള സാംസ്കാരിക സംഘങ്ങളും മതപ്രബോധന പ്രവർത്തന സംരംഭങ്ങളിലും പ്രവർത്തിക്കുന്നവരോട് വാക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ അവരതിനു വേണ്ടി ഏറ്റെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കത് ഇല്ലാതാക്കുവാൻ സാധിക്കും. അതല്ല എങ്കിൽ ഇത് തിരിച്ചു വരികയും വീണ്ടും അതേ രീതിയിലുള്ള പ്രവർത്തനം നടക്കുകയും വീണ്ടും നമ്മൾ പ്രമേയം പാസാക്കുകയും വീണ്ടും നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള ബഹുജന സംഗമങ്ങളും സമ്പർക്കങ്ങളും നടത്തേണ്ടി വരും. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും നീറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നം തന്നെയാണ് മദ്യം. ആ മദ്യമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അജണ്ടകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള പ്രമേയങ്ങൾ നിയമസഭകളിൽ പാസാക്കുമ്പോൾ, നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ നിയമനിർമ്മാണം നടത്തുന്ന നിയമസഭകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന നിയമങ്ങളെ അതേ രീതിയിൽ പാലിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല. ഇത് പുതിയ നിയമമല്ല. CH മുഹമ്മദ് കോയ സാഹിബ് നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് മദ്യത്തിനെതിരെ സംസാരിക്കുകയും രണ്ടാം നിയമസഭയിൽ അതിനെതിരെ ശക്തമായി അദ്ദേഹം വാദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ക്രമാതീതമായ ഒരു വളർച്ച മദ്യം വിൽപ്പനയിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. എന്തുകൊണ്ട്? ഇത്രയും വർഷക്കാലം ഈ നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ? മറിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികളെ ബോധവൽക്കരിക്കുന്നതിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം കൊടുക്കുന്നവരിൽ അവരെ ഒന്ന് ബോധവൽക്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മുടെ മത നേതൃത്വം എന്തുകൊണ്ടോ മറന്നുപോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിവിടെ വിമർശനത്തിന് വേണ്ടി പറയുകയല്ല. എന്നെ പോലും ഞാൻ തിരുത്തുവാൻ വേണ്ടി തയ്യാറാകുന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മൂല്യബോധമുള്ള വിഷയമെടുത്ത് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അത് തിരുത്തുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇത് ചായക്കോപ്പയിലെ ഒരു കൊടുങ്കാറ്റായി മാറുന്ന ഒരു അവസ്ഥയുണ്ടാകും. നാം ആത്മാർത്ഥമായി ഇതിന് ശ്രമിക്കുന്നുവെങ്കിൽ, ആ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകണമെങ്കിൽ എല്ലാ ആളുകളെയും ബോധവൽക്കരിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിന് മദ്യത്തെക്കുറിച്ചും വിവാഹധൂർത്തിനെ കുറിച്ചും സംസാരിച്ചത് കൊണ്ട് മാത്രമായില്ല, ഏതെങ്കിലും ഒരു രീതിയിൽ പ്രതിജ്ഞ എടുത്തത് കൊണ്ട് മാത്രമായില്ല, മറിച്ച് ഇതെവിടെ നിന്ന് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ കഴിഞ്ഞ ഒരു 2-3 വർഷക്കാലം എന്റെ സംഘം, കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ എന്ന് പറയുന്ന സംഘം, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കല്യാണത്തിന് വേണ്ടി പോകുന്നത് മാത്രമല്ല, ഈ വളർന്നു വരുന്ന യുവ സമൂഹത്തിൽ അവരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘങ്ങൾ, ഈ പ്രവാസ ലോകത്ത് കഴിയുന്നവരുടെ പ്രയാസം അനുഭവിക്കുന്ന, പ്രതിസന്ധി നേരിടുന്ന ആളുകളുടെ മക്കളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കുടുംബത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മാതൃകാ പ്രവാസി എന്ന ഒരു വലിയൊരു പ്രസ്ഥാനം തന്നെ ഞങ്ങൾ കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇവിടെ ജോലി ചെയ്യുന്ന, ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട പിതാക്കന്മാരുടെ മക്കൾ
നാട്ടിൽ വലിയ രീതിയിൽ ആർഭാടപൂർവ്വം ചെത്തി നടക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അയാൾ ഇവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുത്തിരുന്ന പണം മുഴുവനും ഒരു പിതാവിനെ എങ്ങനെ പറ്റിക്കാം എന്നുള്ളതിനെ കുറിച്ച് പോലും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. വടകര ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കുന്ന മകൻ വടകര ഏതോ കോളേജിൽ പഠിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പഠിക്കുന്ന കോഴ്സിന്റെ പോലും അദ്ദേഹത്തിന് പേരറിയില്ലായിരുന്നു. പക്ഷേ 200 രൂപ 300 രൂപ വേണ്ടിയിരുന്ന ഫീസിന് അദ്ദേഹം 1000 രൂപ അയച്ചു കൊടുത്ത കഥ വരെ അദ്ദേഹം നമ്മോട് പറയുകയുണ്ടായി. ആ ഒരു പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നാം നടത്തിയപ്പോൾ എന്തൊക്കെയോ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരു കല്യാണമാണ് നടക്കുന്നത്. ആ കല്യാണത്തിലേക്ക് 4 പട്ടുസാരികൾ വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഭർത്താവിന്റെ അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ച് നോക്കണം. ഭാര്യ അങ്ങനെയാണെങ്കിൽ മക്കളുടെ അവസ്ഥ പറയുന്നത് രാവിലെയും വൈകുന്നേരവും മാറിയെടുക്കുവാൻ വേണ്ടിയുള്ള 2-3 തരം ഡ്രസ്സുകൾ വേണം. അതോടൊപ്പം അതിന് പറ്റിയുള്ള ഷൂകളും ചെരുപ്പുകളും ധരിക്കുന്നവരായി തീരണം. അതുപോലെ തന്നെ ചെത്തി നടക്കുവാൻ നല്ല ബൈക്കുകൾ വേണം. ഇതിനെയൊക്കെ ബോധവൽക്കരിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പരിശ്രമം നടത്തിയപ്പോൾ ഞങ്ങൾക്കും കിട്ടി നല്ലൊരടി. കാരണം ഈ ഒരു രീതിയിലുള്ള സമ്പർക്കം ഞങ്ങൾ നടത്തിയപ്പോൾ അത് വിഭാഗത്തിൻ്റെതാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഒരു ജമാഅത്ത് കമ്മിറ്റി അവിടെ തൃശ്ശൂർ വെച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടിയെ മുടക്കുവാൻ വേണ്ടി ശ്രമിച്ചു. മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടിയെ മുടക്കുവാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകളും പരിശ്രമിച്ചു. ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഇത് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ കൂട്ടായ ഒരു പരിശ്രമത്തിന് ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിനൊരു ചെറിയൊരു വഴിമരുന്നിട്ടിട്ടുണ്ട്. ആ വഴിമരുന്ന് കെടാതെ അതുപോലെ ആളിക്കത്തിച്ച് നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുന്നതിൽ ആ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കല്യാണം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ചെറിയ രീതിയിലേക്ക് ആ കല്യാണത്തെ കൊണ്ടുവരുവാൻ സാധിക്കണം. മൈലാഞ്ചി കല്യാണമെന്നും സൽക്കാര കല്യാണമെന്നും പറഞ്ഞ് 1, 2, 3 ദിവസങ്ങളിലേക്ക് പോകുന്ന വലിയ വലിയ ആർഭാടപൂർവമായിട്ടുള്ള വലിയ വലിയ മുതലാളിമാരുടെ കല്യാണങ്ങളെ പാടെ ബഹിഷ്കരിക്കുവാൻ വേണ്ടിയെങ്കിലും തയ്യാറാകണം. ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നാം ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു വിശ്വാസിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ആ ഒരു കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുകയില്ല എങ്കിൽ നമുക്കിതിനെക്കുറിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് കൂടി പിന്നെയും ചിന്തിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരു 5 മിനിറ്റ് സമയം മാത്രമേ, അതിൽ കൂടുതലും ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ കൂടുതലായി എനിക്ക് പറയുവാനുണ്ട് ഈ സമൂഹത്തോട്. അതിൽ കൂടുതലായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്, സംവേദിക്കുവാനുണ്ട്. ഈ ഒരു സമൂഹം, ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഈ ഒരു പ്രസ്ഥാനം എടുത്തിട്ടുള്ള ഈ ഏറ്റവും നല്ല ശുഭോദർക്കമായിട്ടുള്ള ഈ ഒരു കാൽവെപ്പ് ഇതുപോലെ തന്നെ കൊണ്ടുപോകുവാൻ ഈ സമൂഹത്തെയെങ്കിലും ചുരുങ്ങിയ പക്ഷം ഈ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ വിളിച്ചാൽ വരുന്ന ആളുകളെ, അവരുടെ കുടുംബങ്ങളെയും മാത്രമെങ്കിലും നമുക്ക് ബോധവൽക്കരിക്കുവാൻ, ആ കുടുംബം വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സംഘം ഈ ഒരു പ്രവർത്തനം കുറേയേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം എന്റെ കുടുംബത്തിൽ എന്റെ പെണ്ണ് പറയുന്നു, എനിക്കിനി എന്റെ വീട്ടിൽ ഒരു കല്യാണത്തിന് ഒരു സാരി എടുത്താൽ അടുത്ത ആഴ്ച നടക്കുന്ന കല്യാണത്തിന് പുതിയ സാരി വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാറ്റമുണ്ടാകും. എന്റെ മക്കൾ പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ഈ ഉപദേശം നൽകുകയാണെങ്കിൽ, അവരെ ഈ വഴികളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയാണെങ്കിൽ നിർബന്ധപൂർവം ഞാൻ അതിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ, കാരണം ഞാനും നിങ്ങളുമൊക്കെ നേതാക്കന്മാരാണ്, നിങ്ങളെ ഞാൻ പഠിപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല. കാരണം നാം എല്ലാവരും അത് മനസ്സിലാക്കി വെച്ചവരാണ്. നാം എല്ലാവരും കൈകാര്യകർത്താക്കളാണ്. നമ്മളോട് എല്ലാവരോടും ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മെ പിന്നെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല കൺകുളിർമയുള്ളകളെയും അതുപോലെ തന്നെ നമ്മുടെ കൺകുളിർമയുള്ള ഭാര്യയും സമ്മാനിക്കുന്നതോടൊപ്പം തന്നെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് ഈ രീതിയിലുള്ള മുത്തഖികളായി നമുക്ക് മാറുവാൻ സാധിക്കണം. തഖ്വയുണ്ടാകണമെങ്കിൽ എന്റെ നേതാവായിരുന്നാലും എന്റെ സുഹൃത്തായിരുന്നാലും എന്റെ ജ്യേഷ്ഠനായിരുന്നാലും നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ബാങ്കുകളുടെ ഡയറക്ടറി ബോർഡിൽ മെമ്പർ ആയിരിക്കുന്നവരോട് സംഘങ്ങളിലേക്ക് കാശ് വാങ്ങുമ്പോൾ അത് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ കാശ് വേണ്ട എന്ന് എനിക്ക് പറയുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഈ ഒരു ദൗത്യം പൂർണ്ണമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അബ്ദുൽ ഫത്താഹ് തയ്യിൽ അവർക്ക് നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി കേരള ഇസ്ലാമിക് ഗ്രൂപ്പിന്റെ
KIG-യുടെ പ്രതിനിധി മാന്യനായ KM അൻസാർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.